നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ രജനി. നമുക്ക് സജീവമായൊരു വാർത്താ പ്രഭാതം തന്നെയാണ് പതിവ് പോലെ. ഇന്നും എന്തായാലും തലക്കെട്ടുകൾ നോക്കി തുടങ്ങാം. NCP മന്ത്രിമാറ്റം വിലയിരുത്താൻ CPM കേന്ദ്ര നേതൃത്വം. മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അവകാശം പാർട്ടിക്കെന്ന് ശരത് പവാർ. മുഖ്യമന്ത്രിയുമായി പ്രകാശ് കാരാട്ട് സംസാരിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ വിവിധ വകുപ്പുകളോട് നിർദ്ദേശിച്ച ധനവകുപ്പ്. നീക്കം കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി. ജനം ബ്രേക്കിംഗ്. മതഭീകര ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കി ഇടത് വലത് മുന്നണികൾ. CPM-ന് പിന്നാലെ മെക്സവനെ പിന്തുണച്ച യൂത്ത് കോൺഗ്രസ്. മലപ്പുറം ചേളാരിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് അബിൻ വർക്കി. മാസപ്പടി കേസിൽ ഇന്ന് നിർണായകം. SFIO അന്വേഷണത്തിനെതിരായ CMRL ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് ആവർത്തിച്ച് CMRL. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. MS സൊല്യൂഷൻ CEO-യെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകരുടെ മൊഴിയും രേഖപ്പെടുത്തും. വഞ്ചിയൂരിൽ റോഡ് കയ്യേറിയുള്ള CPM സമ്മേളനത്തിനെതിരായ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. സ്റ്റേജ് കെട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചാണോ എന്നതിൽ പോലീസ് റിപ്പോർട്ട് നൽകും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPI പരിപാടിയിലും നടപടിക്ക് സാധ്യത. ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടി വിനീഷ്യസ് ജൂനിയർ. കാർലോ ആഞ്ചലോട്ടി മികച്ച പരിശീലകൻ. എമിലിയാനോ മാർട്ടിനസ് മികച്ച ഗോൾ കീപ്പർ. അതുപോലെ പുത്തൻ പുലരി ശബരിമല വിശേഷങ്ങളുമായിട്ടാണ് തുടങ്ങുന്നത്. ശരണമന്റെ അയ്യപ്പ. ശരണമന്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ഭക്തിസാന്ദ്രം തന്നെ ശബരിമല. ഇന്നും ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. ഇന്നലെ 85,000-ഓളം ഭക്തരാണ് മല ചവിട്ടിയത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. 3:30 ആരംഭിച്ച നെയ്യഭിഷേകം ഇപ്പോഴും തുടരുകയാണ്. സന്നിധാനത്ത് നിന്ന് M മനോജ് ചേരുന്നുണ്ട്. മനോജ്, സ്വാമി ശരണം. നെയ്യഭിഷേകം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെ തിരക്ക് എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇനി മണ്ഡലപൂജയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അന്യസംസ്ഥാനങ്ങളിൽ നടക്കം ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയല്ലേ ശബരീശ സന്നിധിയിലേക്ക്? സ്വാമിശരണം, വലിയ തിരക്ക് തന്നെയാണ് ഈ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. അതിനുശേഷം 3:30 നെയ്യഭിഷേകം ആരംഭിക്കുക. 11 മണി വരെ നെയ്യഭിഷേകം തുടരും. എന്തായാലും അഭിഷേകപ്രിയനായ അയ്യപ്പന് നെയ്യഭിഷേകം അങ്ങനെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഭക്തജന തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധിയായി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 85,000-ഓളം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്നും സമാന രീതിയിലുള്ള തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. മുകളിലേക്ക് ഫ്ലൈ ഓവറിൻ്റെ തന്നെ മുകൾ ഭാഗത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് വലിയ തരത്തിലൊരു ക്യൂ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വരി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ്. ഇനി
അതിനുള്ള കാത്തിരിപ്പിലാണ് അവിടെയുള്ള ഓരോ ഭക്തരും. അവരൊക്കെയും ഈ ഒരു വലിയ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ സന്നിധാനം അങ്ങനെ ഉള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശബരിമല സന്നിധാനത്തെ ഈ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള ആ ഒരു തിരക്ക് തന്നെയാണ്. എന്തായാലും സ്വാമിമാരൊക്കെ അങ്ങനെ അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. എവിടുന്നാ? പൂനെ ഇന്നലെ രാവിലെ പമ്പലെത്തി. അവിടുന്ന് വൈകിട്ട് 2:30 കയറിയതാ. രാത്രി ഇവിടെ തന്നെ 10:30 വലിയ തിരക്ക് തന്നെയാണ്. തിരക്ക് ഭയങ്കര തിരക്കുണ്ട്. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര കുഴപ്പമില്ല. എല്ലാ വർഷവും ഡിസംബർ 14 നമ്മൾ അവിടുന്ന് വരുന്ന സെക്കൻഡ് സാറ്റർഡേ. ഇത്തവണ അതുപോലെ ഒന്നാണ്. ഇത്തവണ ലാസ്റ്റ് 18 മണിക്കൂറായിരുന്നെങ്കിൽ ഇത്തവണ കുറവാണ്, 8 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും തിരക്ക് അധികമാണ്. ഓരോ വർഷവും തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേര് ഇങ്ങോട്ടേക്ക് അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൂനെയിൽ നിന്ന് എത്ര പേരായിട്ടാണ് വന്നത്? പൂനെയിൽ നിന്ന് 35 പേരാണ് വന്നത്. 35 പേരായിട്ടാണ് പൂനെയിൽ നിന്ന് വരുന്നത്. എല്ലാ ആഴ്ചയും 35 പേരിന് അടുത്ത് ഉണ്ടാവാറുണ്ട്. അതിൽ 8 പേര് മാളികപ്പുറങ്ങളാണ്, വയസ്സായവരാണ്. അധികം ഒരു 70% സീനിയർ സിറ്റിസൻസ് ആണ്. അപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ മഴയൊക്കെ പെയ്തപ്പോൾ അവിടെ ഷട്ടറൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ നനഞ്ഞാണ് വന്നത് അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ടപ്പോൾ. ഒരുപാട് സംവിധാനങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കും. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞതിന് ബെറ്റർ ഇവർ പോലീസുകാർ ഒരുപാട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് അവരുടെ സൈഡിൽ നിന്ന് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയും ചെയ്യാനുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കാനുണ്ട് തീർച്ചയായും. അപ്പോൾ അത് തന്നെയാണ്. മലയാളിയാണ് അദ്ദേഹം. പൂനെയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. 35ഓളം ഭക്തരുമായി ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ തിരക്കും അധികമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഓരോരുത്തരും ഇങ്ങനെ ശരണം മുഴക്കി ശരണമന്ത്ര ധ്വനികളോടെ ഇങ്ങനെ. തീർച്ചയായും മനോജ്, നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂട്ടം അധികமாக இருக்கு. തീർച്ചയായും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ തന്നെയാണ്. கூட்டம் ரொம்ப அதிகமாக இருக்குது சாமி. இன்னும் சுவாமிகளுக்கு கொஞ்சம் பார்க்குறதுக்கு இன்னும் கொஞ்சம் நல்லா ஏற்பாடு பண்ணால் இன்னும் நல்லாயிருக்கும். ஏன்னா கொஞ்சம் தள்ளுமுள்ள அதிகமாக இருக்குது, ப்ரெஷரைஸ் அதிகமாக இருக்குது. ஒரு பேஷண்ட்லாம் வந்தாங்கன்னா ரொம்ப சிரமப்படுவாங்க. அதில் கொஞ்சம் கவனம் செலுத்தினா இன்னும் நல்லாயிருக்கும். சுவாமி சார் 18ஆம் படிக்கிட்ட ரொம்ப கூட்டம் அதிகமாக இருக்குது. அது ரொம்ப ரொம்ப கஷ்டமான நிலையில் இருக்குது. அங்கேயாவது பரவாயில்ல, இங்கே வந்தோடனே பண்ணால் கூட்டத்தோட அழுத்தம் அதிகமாக இருக்குது. அங்கே ஏறுறது ரொம்ப சிரமமாக இருக்குது. அது கொஞ்சம் இது பண்ணால் ரொம்ப முக்கியமான ஒரு வேண்டுகோள், பெரிய வழியில் வர்றவங்களுக்கு தனியாக இது பண்ணுற மாதிரி பண்ணணும். இப்போ திருப்பதியிலலாம் அந்த மாதிரி பண்ணுறாங்க இல்லைங்களா, அது மாதிரி கரிமலை உச்சியிலையோ அழுத உச்சியிலையோ அந்த மாதிரி பண்ணாங்கன்னா ரொம்ப நல்லாயிருக்கும். ஆனால் பெரிய வழியில் நடந்து வர்றவங்களுக்கு இங்கே வர்றதுன்றது ரொம்ப சிரமமான விஷயமா இருக்குது. அதுக்கு தனியாக பண்ணணும். சொல்லுங்கள். கூட்டம் அதிகமாக வரும்போது ரொம்ப கஷ்டமாக இருக்கா? ஆமாம், ரொம்ப கஷ்டமாக இருக்குது. அதுவும் அந்த படிக்கட்டு 18ஆம் படிக்கிட்ட வரும்போது பார்த்தீங்கன்னா ரொம்ப கஷ்டமாக இருக்குது. ரொம்ப அழுத்தம் அதிகமாக இருக்குது. நிறைய பேர் அமுத்துறாங்க. ரொம்ப மூச்சு திணறல் ஏற்படக்கூடிய அளவுக்கு ஆகுது. எத்தனாவது தடவை? ஆமாம், 24வது வருஷம் பெரிய பாதையில் வரோம். எங்களுக்கு பெரிய பாதையில் வர்றவங்களுக்கு ஒரு ஃபஸ்ட்டு ப்ரிஃபரன்ஸ் கொடுக்குற மாதிரியான ஒரு இது செய்யணுன்றது தான் எங்களோட வேண்டுகோள். கியூவாக இருந்தால் நல்லாயிருக்கு சாமி. ஏன்னா ஏற்கனவே நாங்கள் பெரிய பாதையில் வரோம், கடந்த ஒரு நாளைக்கு மேலே நடந்துட்டு வரோம். அப்படிங்கிறப்ப நீங்கள் எங்களுக்கு தனியாக ஒரு கியூ இருந்துச்சுன்னு சொன்னால், பெரிய பாதையில் வரவங்களுக்கு தனியாக ஏதாவது டோக்கன் சிஸ்டம் மாதிரி பண்ணிங்கனாக்கா இன்னும் கொஞ்சம் ஈஸியாக இருக்கும். அதாவது சில்ட்ரன்ஸுக்கெல்லாம் கொடுக்குற மாதிரி அதுமாரி பண்ணிங்கன்னா இன்னும் ஒரு பக்தர்களுக்கு வசதியாக இருக்கும். நான் இது 28வது ஆண்டாக இந்த ஆண்டு சபரிமலைக்கு வந்திருக்கிறேன். சுவாமியை சரணமைப்பா சார். തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തരാണ്. അവരൊക്കെ പറയുന്നത് തിരക്ക് അധികമാകുമ്പോൾ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള കാര്യം തന്നെയാണ്. ഈ 18ആം പടിക്ക് അരികിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം. എന്തായാലും അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അവർക്ക് പ്രത്യേക ക്യൂ അനുവദിക്കണമെന്നുള്ളതൊക്കെ തന്നെ. അതെ, തിരക്ക് നമുക്ക് കാണാം മനോജ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ശബരിമലയിൽ പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഇന്നു മുതൽ പ്രത്യേക പാസ് നൽകുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. പാസുമായി നടപ്പന്തലിൽ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക വരിയിലൂടെ ദർശനം നടത്താം എന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി.
തീർച്ചയായും ഇന്നു മുതലാണ് ആ പാസ് പ്രത്യേക എൻട്രി പാസ് നൽകി തുടങ്ങുക. കാനനപാത വഴി, പരമ്പരാഗത കാനനപാത വഴി നിരവധിയായി ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. വർഷങ്ങളായി അവർ കിലോമീറ്ററുകളോളം നടന്ന് വരുന്ന ഭക്തർ ഈ നടപ്പന്തലിനൊക്കെ എത്തിയ ശേഷം മണിക്കൂറുകൾ കാത്തു നിന്നാണ് അയ്യപ്പനെ ദർശിക്കുന്നത്. അത് വലിയ തരത്തിലൊരു, അതായത് സാധാരണയായി പമ്പയിൽ വന്നിറങ്ങി മലചവിട്ടി കയറുന്നവരും ഇത്തരത്തിൽ കാനനപാതയിലൂടെ വരുന്നവരുമൊക്കെ ഇവിടെ എത്തി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊരു മാറ്റം വേണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഒരു തീരുമാനം ആയിട്ടുള്ളത്. അതായത് ഇന്ന് മുതൽ എവിടേക്ക് എരുമേലി വഴി ഈ പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവർക്ക് പ്രത്യേക എൻട്രി പാസ് നൽകി അവരെ ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് എത്തുമ്പോൾ ആ എൻട്രി പാസ് വാങ്ങി ഇവിടെ നിന്നും പ്രത്യേക വരിയിലൂടെ ദർശനത്തിനായി കയറ്റി വിടുക എന്നുള്ളത്. അതുതന്നെയാണ് ഇന്ന് 7 മണി മുതൽ ശബരിമല ADM അരുൺ എസ് നായർ IAS അദ്ദേഹം ആദ്യ പാസ് നൽകി ഈ ഒരു കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഭക്തർ, അത് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ് കാനനപാതയിലൂടെ ഉള്ളിൽ അയ്യപ്പനെ കുടിയിരുത്തി വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി അവരങ്ങനെ ശരണമന്ത്രം ധ്വനികളുമായി അങ്ങനെ നടക്കുകയാണ്. എല്ലാ വർഷവും അത് നമ്മൾ കാണുന്നതാണ് കാനനപാതയിലൂടെ വരുന്ന ഭക്തരെ. അപ്പോൾ അവർ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. പുല്ലുമേട് വഴി വരുന്ന ഭക്തർക്കും ഇത് തന്നെയാണ്. അവർക്കും പ്രത്യേക പാസ് നൽകുന്നുണ്ട്. എന്തായാലും ഈ പാസുമായി ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് നേരിട്ട് തന്നെ, അതായത് നടപ്പന്തലിലേക്ക് എത്തുന്ന സമയം അവിടെ നിന്നും പ്രത്യേക വരിയിലൂടെ തന്നെ മുകളിലേക്ക് ഈ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കും. ഇത് വനം വകുപ്പുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതുവഴി ഈ പാസ് ഇവർക്ക് നൽകും. ഓരോ ഭക്തർക്കും ഈ മുക്കുഴിയിൽ വച്ചാണ് പാസ് നൽകുക. ഇതിൽ തന്നെ ഈ പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് ഇവർക്ക് വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മരക്കൂട്ടത്ത് വെച്ച് ഈ ശരംകുത്തി വഴി ഒഴിവാക്കിയ ശേഷം ഈ ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയും ചെയ്യാം. ഈ നടപ്പന്തലിലെത്തുന്ന ഓരോ ഭക്തർക്കും ഇത്തരത്തിൽ അവരുടെ കയ്യിൽ പാസ് പരിശോധിച്ച ശേഷമാണ് ഈ മുകളിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ആ പാസിൻ്റെ ഒരു പ്രിൻ്റൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ അത്തരത്തിൽ വനം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ആ കാനനപാതയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് കൃത്യമായും അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയ പാസ് നൽകുന്നു. അവർക്ക് എന്തെങ്കിലും വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ, അതോടൊപ്പം തന്നെ NDRFൻ്റെ സേവനം ആവശ്യമാണെങ്കിൽ അതും ഈ കാനനപാതയിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം തന്നെ. അതായത് ഈ കാനനപാതയിലൂടെ കിലോമീറ്ററുകളോളം ഇങ്ങനെ വരുന്ന സമയത്ത് പല സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ രാത്രി വൈകുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യം ഒക്കെ ഉണ്ടാകുമ്പോഴും അവിടെ നിന്നും ഭക്തരെ NDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയ ശേഷം ഫോറസ്റ്റിൻ്റെ സംഘവും അങ്ങോട്ടേക്ക് എത്തിയ ശേഷം അവരെ ഇങ്ങോട്ടേക്ക് സന്നിധാനത്തേക്കും അതോടൊപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന പല സാഹചര്യങ്ങളുണ്ടായി. അത്തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാൽ അതിനെ വേണ്ടിയിട്ടുള്ള ഇവിടെ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ ഒരു പ്രത്യേക പാസ് നൽകി അവർക്ക് ഒരു പരിഗണന നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. കാരണം ഈ സാധാരണയായി എല്ലാ വർഷവും ഈ സ്വാമിമാരൊക്കെ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നു മുതലാണ് അപ്പോൾ ആ പാസ്, എൻട്രി പാസുമായി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുക. ശരി മനോജ്, സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. അതോടൊപ്പം തന്നെ കാനനപാത വഴി എത്തുന്നവർക്ക് ഇന്നു മുതൽ പ്രത്യേക എൻട്രി പാസും നൽകി തുടങ്ങും. സന്നിധാനത്ത് നിന്നും മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അടുത്തതായിട്ട് മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിൽ 40 കോടിയിലധികം തീർത്ഥാടകർ പങ്കെടുക്കും. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയത് വിവിധ പദ്ധതികളാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജും സംഗമഭൂമിയും ഒരുങ്ങിക്കഴിഞ്ഞു. ജനുവരി 13-നാണ് കുംഭമേള ആരംഭിക്കുക. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ 40 കോടിയിലധികം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ പൂർണ്ണമായ കൂടിച്ചേരലിലേക്ക് ഗംഗാതീരമെത്താൻ ഇനി നാളുകൾ മാത്രം. ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ഭാരത സംസ്കാരം ലയിക്കുന്ന മഹാകുംഭമേള. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജും സംഗമഭൂമിയും അവസാനവട്ട ഒരുക്കങ്ങളിലാണ്.
ഗംഗയും യമുനയും സരസ്വതിയും ഒത്തുചേരുന്ന സംഘത്തിലാണ് 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ മഹാകുംഭമേള നടക്കുക. മഹാകുംഭമേളയിലേക്ക് പ്രതീക്ഷിക്കുന്നത് തീർത്ഥാടകരും സഞ്ചാരികളും ഉൾപ്പെടെ 40 കോടി ജനങ്ങളെ. കുംഭമേളയുടെ നടത്തിപ്പ് സുഗമമാക്കാനായി പുതിയതായി പ്രഖ്യാപിച്ച മഹാകുംഭമേള ജില്ലയിലേക്കാണ് ഇത്രയധികം പേർ എത്തുക. മഹാകുംഭമേളയിലെ പ്രധാന ചടങ്ങായ മൗനി അമാവാസി സ്നാനം നടക്കുന്ന ദിവസം 6 മുതൽ 6.5 കോടി വരെ തീർത്ഥാടകർ കുംഭമേള ജില്ലയിൽ എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. ജനുവരി 13 നടക്കുന്ന പൗഷ് പൗർണിമ സ്നാനത്തോടെയാണ് മേളയ്ക്ക് തുടക്കമാകുക. മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 കുംഭമേള സമാപിക്കും. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി റോഡ്, മേൽപ്പാലം, അടിപ്പാത, ജംഗ്ഷനുകൾ തുടങ്ങിയവയുടെ നവീകരണം പുരോഗമിക്കുന്നു. മേളയിലേക്ക് എത്തുന്നവർക്കായി വിപുലമായ ഗതാഗത സൗകര്യങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. 900-ലധികം ട്രെയിനുകളും വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് 250 വിമാനങ്ങളും 7000 ബസ്സുകളും ഇക്കാലയളവിൽ വിന്യസിക്കാനാണ് തീരുമാനം. മേളയിലേക്ക് എത്തുന്ന സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം 20 ലക്ഷത്തിലധികമാകുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1800 ഹെക്ടറുകളിലായി 120 വലിയ പാർക്കിംഗ് സൗകര്യമാണ് ഒരുങ്ങുന്നത്. ത്രിവേണി സംഗമഭൂമി 12 വർഷത്തിലൊരിക്കലുള്ള മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങുമ്പോൾ 5500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തിലും നേരിട്ടുള്ള നിയന്ത്രണത്തിലും മഹാകുംഭമേളയ്ക്കായി പുതിയൊരു നഗരം തന്നെ ഉയർന്നു. പ്രയാഗ്രാജിൽ റെയിൽവേക്ക് മാത്രമായി ഒരുങ്ങിയത് 1609 കോടിയുടെ വികസന പദ്ധതികൾ. വാരണാസിയെയും പ്രയാഗ്രാജിനെയും ബന്ധിപ്പിക്കാൻ ഗംഗാനദിക്ക് കുറുകെയുള്ള 100 വർഷം പഴക്കമുള്ള സിംഗിൾ റെയിൽവേ ട്രാക്കിന് പകരം ഇരട്ട ട്രാക്ക് പാലം ഉൾപ്പെടെ പ്രാവർത്തികമാക്കിയാണ് പ്രയാഗ്രാജിലേക്ക് ഭക്തജനങ്ങളെ റെയിൽവേ സ്വാഗതം ചെയ്യുന്നത്. After doubling, the capacity of the line has been increased tremendously, and that will benefit to railway for planning more number of trains during Kumbh, and the devotees who will come to Mahakumbh will be facilitated by these facilities. And Jhusi railway station, at Jhusi railway station we have set up 122 CCTV cameras, out of which 16 are with the facility of face recognition, and 6 passenger holding areas we have developed for this side, and 2 passenger holding areas on the front side.
So we have planned for better crowd management, and passengers will be benefited by this planning and the way we have worked here. ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം സത്തയിൽ ഐക്യപ്പെടാനുള്ള പാത കൂടിയായി മാറുന്നു മഹാകുംഭമേള. കാലത്തെ വെല്ലുന്ന ഈ ആത്മീയ യാത്രയുടെ പരമമായ ലക്ഷ്യവും ആത്മസാക്ഷാത്കാരമത്രേ. अभी जो है वो महाकुंभ मेला है. कम से कम 180 देश के जो देश विदेश के लोग आने वाले हैं. सभी संत लोग भी आएंगे, भक्तजन आएंगे. मैया जिसको बुलाएगा वो आएगा, जो पुण्यात्मा वो आएगा. अगर पापी भी आ गए तो मेरी माँ उनको मंगल में करेगी. कितने संत लोग आए हैं, बड़े बड़े संत भी आए हुए. सबका, जनता का, पब्लिक का, जो भी आए, भक्तजन का कल्याण हो. यहाँ पर आराधना उपासना चलेगा. मैया की उपासना करेंगे हम कि जगत का कल्याण हो. आचार्यों संतों का जमावाड़ा है और एक अद्भुत छटा जो यहाँ ऐसे संत, ऐसे साधना स्थली से निकल करके 45 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം പരമ്പരാഗത സംഗീതവും നൃത്തവും കലയും കരകൗശലവും ഇവിടെ അരങ്ങേറുമ്പോൾ ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ഭൂമിക കൂടി തീർത്ഥാടകർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അതുതന്നെയാണ് 2017 മാനവികതയുടെ അവർണ്ണനീയ സാംസ്കാരിക പൈതൃകങ്ങളുടെ പ്രാതിനിധ്യ പട്ടികയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാംസ്കാരിക വിഭാഗം കുംഭമേളയെ അടയാളപ്പെടുത്തിയത്. തീർത്ഥാടകർക്കൊപ്പം ആത്മീയതയിലേക്ക് ഉണരാൻ പ്രയാഗിന്റെ തീരവും ദിനങ്ങൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം പ്രയാഗ്രാജ്, ഹരിദ്വാർ എന്നിവിടങ്ങളെയെല്ലാം ജനസാഗരമാക്കുന്ന മഹാകുംഭമേളയ്ക്കായുള്ള കാത്തിരിപ്പാണിനി. അതിനായി ഈ നാടും നഗരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രയാഗ്രാജിൽ നിന്നും ക്യാമറാമാൻ മനോജിനൊപ്പം ബീന റാണി, ജനം. സുന്ദരമായ ദൃശ്യങ്ങൾ, അതിമനോഹരമായ കാഴ്ചകൾ. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയമേളയായ കുംഭമേളയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിലും ജനം TV ഇതേപോലെയുള്ള ദൃശ്യങ്ങൾ ജനങ്ങൾക്കായിട്ട് നൽകുന്നതായിരിക്കാം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ നടത്തിയേക്കും. 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17 വിളിച്ചു ചേർക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ. ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സഭ പിരിയും. മാർച്ച് മാസത്തിൽ നടത്തേണ്ട ബജറ്റ് സമ്മേളനമാണ് നേരത്തെ നടത്താനായി സർക്കാർ ആലോചിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ നേരത്തെ ബജറ്റ് സമ്മേളനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? രോഹിണി, നമസ്കാരം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. CPM ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നമുക്കറിയാം മാർച്ച് മാസത്തിലാണ് ബജറ്റ് സമ്മേളനങ്ങൾ നടത്തുക. ഈ വർഷത്തെ ബജറ്റ് സമ്മേളനം ജനുവരിയിൽ തന്നെ വിളിച്ചു ചേർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ജനുവരി മാസത്തിൽ CPMന്റെ സംസ്ഥാന സമ്മേളനം മധുരയിൽ വെച്ച് നടക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നൊരു കാര്യം നേരത്തെ തന്നെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജനുവരിയിൽ തന്നെ സഭ വിളിച്ചു ചേർത്താലോ എന്ന് സർക്കാർ പരിഗണനയിലെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തെ പറ്റി വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ജനുവരിയിൽ ഇത്തരത്തിൽ ഈ ബജറ്റ് സമ്മേളനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ സഭ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി പിരിയാനും ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ജനുവരി 7 മുതൽ 13ാം തീയതി വരെ ഈ നിയമസഭാ പുസ്തകോത്സവം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം 17ാം തീയതി തന്നെ വിളിച്ചു ചേർത്താലും എന്നും ഒരു പരിഗണനയിലുണ്ട്. ഏതായാലും ജനുവരി 17ാം തീയതി സഭ 15ാം നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17ാം തീയതി തന്നെ നടത്താനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ കൂടെ തന്നെ ബജറ്റ് സമ്മേളനം നടത്താനാണ് തീരുമാനിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ പൊതുകടം എന്ന് പറയുന്നത്, ഖജനാവിലുള്ള കടം എന്ന് തന്നെ പറയുന്നത് 57,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ പൊതു കടമെന്ന് പറയുന്നത്. അപ്പോൾ ആ കടത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വരുന്ന സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കേണ്ടത്. ഇതിന് പുറത്ത് പോയി തയ്യാറാക്കിയാൽ ഒരുപക്ഷെ അത് വരുന്ന വർഷം തന്നെ സാമ്പത്തികമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധമായിട്ട് ബാധിക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ചർച്ച നടത്തി, അതിൽ ആലോചന നടത്തിയതിനു ശേഷം ബജറ്റ് സമ്മേളനത്തിലേക്ക് കടക്കുക, ബജറ്റ് പദ്ധതികളും തയ്യാറാക്കുക.
ഇത്തവണ നിയമസഭാ സമ്മേളനത്തിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഈ പെൻഷൻ പ്രായം 57 വയസ്സിലേക്ക് ഉയർത്തുന്നതും അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ ചാൻസലർ പദവി ഗവർണറിൽ നിന്നും എടുത്തു നീക്കാനുള്ള ബില്ല്. ഇത്തരം 2 ബില്ലുകളാണ് ഈ ഇത്തവണത്തെ സഭ പരിഗണിക്കുന്നത്. ഈ 57 വയസ്സ് എന്നുള്ള പ്രായപരിധി അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രായപരിധി, വിരമിക്കൽ പ്രായപരിധി 57 വയസ്സിലേക്ക് പോവുകയാണെങ്കിൽ 1 വർഷം കൂടി സർക്കാർ അത് കൂടുതലായിട്ട് നീട്ടിക്കിട്ടും. 56 വയസ്സാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നിലവിൽ പിരിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഏതാണ്ട് അവർക്കുള്ള ആനുകൂല്യങ്ങളും മറ്റും കൊടുക്കാനായിട്ട് ഏതാണ്ട് 4000 കോടിയോളം രൂപയുടെ അധിക ചിലവ് വരും. ഇത് ബജറ്റിനെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് വിരമിക്കൽ പ്രായം ഉയർത്തുക എന്നത് കാര്യം പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് 4000 കോടി രൂപയുടെ കുറവ് ഈ ബജറ്റ് തയ്യാറാക്കുന്നതിൽ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ബില്ല് പരിഗണിക്കാനുള്ള സാധ്യത ഈ ജനുവരി 17-ാം തീയതി ആരംഭിക്കുന്ന സഭയിൽ മുന്നിൽ കാണുന്നുണ്ട്. പിന്നീട് സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സർവകലാശാലയിലെ വിഷയങ്ങളാണ്. സർവകലാശാലയുടെ ചാൻസലർ പദവി എന്ന് പറയുന്നത് നിലവിൽ ഗവർണറാണ്. ഈ പദവി നീക്കാനുള്ള ബില്ല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ സഭ ചർച്ച ചെയ്ത് പാസ്സാക്കുക എന്ന തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടത്താൻ അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ സാധിച്ചതില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ അടിയന്തരമായിട്ട് തന്നെ ആ ബില്ല് കൂടി പരിഗണിക്കാൻ അല്ലെങ്കിൽ അതുകൂടി സഭയിൽ പരിഗണിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കൊണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കോർപ്പറേറ്റീവ് ബില്ലുകളെ പറ്റിയിട്ടൊരു ആശങ്ക സഭയിൽ വന്നിരുന്നു. മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത കാര്യം അല്ലെങ്കിൽ അത് ആ ബില്ല് അവതരിപ്പിച്ച ഒരു KN ബാലഗോപാലിന് വേണ്ടി ആ ബില്ല് അവതരിപ്പിച്ചത് MP രാജേഷാണ്. അപ്പോൾ ആ ബില്ല് സഭാ അംഗങ്ങളെ അറിയിക്കാതെയും ബില്ല് നേരത്തെ ഓർഡിനൻസ് ആയിട്ട് സഭയിൽ കൊണ്ടുവരാതെയും പെട്ടെന്നൊരു ഘട്ടത്തിൽ ആ ബില്ല് പാസ്സാക്കിയ ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് സ്പീക്കർ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിയമസഭാ സാമാജികളോട് ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഡിനൻസ് ആയിട്ട് നേരത്തെ തന്നെ സഭയിൽ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും CPM സംസ്ഥാന സമ്മേളനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ബജറ്റ് സമ്മേളനം ധൃതി പിടിച്ച് നേരത്തെയാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഒരുപക്ഷെ സർക്കാർ. അപ്പോൾ നമുക്ക് നോക്കി കാണേണ്ടത് ഈ ബജറ്റ് സമ്മേളനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിലുണ്ടായതുപോലും ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറയുന്നത്. വീണ്ടും ഈ മാർച്ച് മാസത്തിൽ നടത്തേണ്ട ബജറ്റ് സമ്മേളനം നേരത്തെ നടത്തിയ ഒരു തട്ടിക്കൂട്ട് ബജറ്റ് സമ്മേളനമായിട്ട് മാറ്റാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടതായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ ബജറ്റ് സമ്മേളനം അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെയധികം നഷ്ടങ്ങൾ, അത് ഒരുപക്ഷെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് ബാധ്യതയായി തീർന്ന ഒരു ബജറ്റായിരുന്നു കഴിഞ്ഞ വർഷത്തെ. തന്നെ മുന്നിലത്തെ വർഷം ഇന്ധന സെസ് വർദ്ധിപ്പിച്ചുവെങ്കിൽ കഴിഞ്ഞ വർഷം പല രീതിയിലും പരോക്ഷമായിട്ടുള്ള നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് അവതരണം നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ബജറ്റായിരുന്നു കഴിഞ്ഞ 2 ബജറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് സർക്കാർ തീരുമാനിക്കുന്നത് മാർച്ചിൽ നടത്തേണ്ടിയിട്ടുള്ള ബജറ്റ് സമ്മേളനങ്ങൾ നേരത്തെ നടത്തിക്കൊണ്ട് CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോകുക അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളെ 3.5 കോടി ജനങ്ങളെ അധികം ബാധിക്കുന്ന വിഷയത്തെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു ബജറ്റ് പ്രഖ്യാപനം നടത്തുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിലെ 2 തരം കാര്യങ്ങളായിരുന്നു സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചത്. പ്ലാൻ എയും പ്ലാൻ ബിയും. ഇതിൽ പ്ലാൻ എയും നടന്നിട്ടില്ല, പ്ലാൻ ബിയും നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത ബജറ്റിൽ പ്ലാൻ പോലും കാണില്ല. ഒരു ബജറ്റ് എങ്ങനെയെങ്കിലും പ്രഖ്യാപിച്ച് കഴിയുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ബജറ്റിന് മുന്നോടിയായിട്ട് ഇനി നമുക്കറിയാം ഇതിപ്പോൾ ഡിസംബർ പകുതി ആയിരിക്കുന്നു. ഇനിയുള്ളത് ജനുവരി, ഇനിയുള്ളത് 15 ദിവസമാണ്. ഈ 15 ദിവസത്തിനുള്ളിലാണ് ഇനി ഒരുപക്ഷെ അടുത്ത സാമ്പത്തിക വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടത്, വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കേണ്ടത്, മറ്റെല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ സർക്കാർ ഈ 15 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജനുവരിയിൽ സഭാ സമ്മേളനങ്ങൾ ആരംഭിക്കും. ജനുവരി 17-ാം തീയതി സഭാ സമ്മേളനങ്ങൾ ആരംഭിക്കും. ഒരുപക്ഷെ ബജറ്റ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞെങ്കിൽ സഭ ഓട്ടോ പ്രഖ്യാപിച്ച് പിരിയുന്നതായിരിക്കും. എന്തായാലും ജനങ്ങൾക്ക് ആവശ്യമായ ഒന്നും തന്നെ നടപ്പിലാക്കാത്ത സർക്കാർ വീണ്ടും ബജറ്റ് സമ്മേളനം ഒരു പ്രഹസനമാക്കുവാൻ വേണ്ടി പോകുന്നു. മാർച്ചിൽ നടത്തേണ്ടത് നേരത്തെ നടത്തി അത് ഒതുക്കി തീർക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. രജനി, ഇനി നമുക്കൊരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് പോകേണ്ടത്. പുഷ്പ 2 പ്രീമിയറിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു.
ചികിത്സയിലിരുന്ന 9 വയസ്സുള്ള ശ്രീതേജയ്ക്കാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടം നടന്ന സന്ധ്യ തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കും. തിയേറ്ററിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകളുണ്ടായെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നുമുണ്ട്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. പുഷ്പ 2 പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിയാണ്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അന്നേ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി. പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നറിയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരു ജീവൻ അവിടെ പൊലിഞ്ഞു. ഇനി മറ്റൊരു ജീവൻ കൂടി മസ്തിഷ്ക മരണം സംഭവിച്ചിനി എത്ര നാൾ ഇങ്ങനെ എന്നുള്ളതാണ്. തീർച്ചയായും ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ ഈ തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടി മസ്തിഷ്കത്തിലേക്ക് കൃത്യമായി വായു എത്താതെ വരുന്ന ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ആ കുട്ടിക്ക് അന്ന് നേരിട്ടിരുന്നത്. മാത്രമല്ല ഈ തിക്കിലും തിരക്കിലും പെട്ടതിന്റെ അപകടകരമായ മുറിവുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷേ മരണകാരണമായത് ഈ ഓക്സിജൻ ലഭ്യത വളരെ കുറഞ്ഞൊരവസ്ഥയിലേക്ക് മസ്തിഷ്കം കുറെ നേരം നിലനിൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ മസ്തിഷ്കത്തിന് ഗുരുതരമായ ആഘാതം ഉണ്ടായത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായ അവസ്ഥയിൽ December 4 മുതൽ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ മസ്തിഷ്ക മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണം സ്ഥിരീകരിച്ചത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ്. എങ്കിൽ കൂടി കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചൊന്നും ലഭ്യമായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ തെലങ്കാന ആരോഗ്യ വകുപ്പിന്റെ അധികാരികളെല്ലാം തന്നെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇത് സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഷ്പ 2 റിലീസ് ചെയ്ത, അതായത് പ്രീമിയർ റിലീസ് ചെയ്ത തിയേറ്ററിനെതിരെ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തിയേറ്ററിന്റെ പ്രവർത്തന ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റിനെ തുടർന്ന് പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ തുടർച്ചയായി ഈ പ്രശ്നം രണ്ടാമത്തെ ഒരു മരണം കൂടി ഉണ്ടാകുമ്പോൾ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം അല്ലു അർജുൻ ഈ കുട്ടിയെ കാണാൻ പോയില്ല എന്നൊരു ആരോപണം വന്നിരുന്നു. ആ ആരോപണത്തിന് കൃത്യമായ മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് സാക്ഷികളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നിയമപ്രശ്നമായി വരുമെന്നതുകൊണ്ടാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നത്. പ്രശ്നത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് അല്ലു അർജുൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിണി, ശരി ഐസൺ, അങ്ങ് ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ്. പുഷ്പ 2 പ്രീമിയറിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ചികിത്സയിലിരുന്ന 9 വയസ്സുള്ള ശ്രീതേജയ്ക്കാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അന്നേ ദിവസം തന്നെ വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഒരു വിവാദം കത്തിപ്പടരുന്നുണ്ട്. അതും എപ്പോഴും നമുക്കറിയാം, ഈ മതഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് CPM ആണെന്നുള്ള കാര്യം. ഒപ്പം ഇപ്പോൾ കോൺഗ്രസും കൂടെ അതിന് കുടപിടിച്ചിരിക്കുന്ന വാർത്ത തന്നെയാണ്. CPMന് പിന്നാലെ വിവാദ വ്യായാമ കൂട്ടായ്മ മെക്സവന് മുന്നിൽ മുട്ടുമടക്കി കോൺഗ്രസും. മെക്സവന് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ വിവിധ ഏജൻസികൾ പരിശോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി മെക്സവന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ദസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദസ്ന, CPMന് പിന്നാലെ മെക്സവന് മുട്ടുമടക്കിയിരിക്കുകയാണ്. മതഭീകര സംഘടനകൾക്ക് പിന്നിൽ, മതഭീകര ശക്തികൾക്ക് പിന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ചേളാരിയിൽ നടന്ന ഈ വ്യായാമ കൂട്ടായ്മയിൽ അബിൻ വർക്കി പങ്കെടുക്കുകയും ചെയ്തു. തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിവാദമായി ചർച്ച ചെയ്യുന്ന കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷണം പ്രഖ്യാപിച്ച ഒന്ന് തന്നെയാണ് ഈ മെക്സവൻ എന്ന വിവാദ വ്യായാമ കൂട്ടായ്മ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ CPMന്റെ നിലപാടും പൊതുസമ്മേളന വേദിയിൽ മോഹൻ മാസ്റ്റർ അടക്കമുള്ളവരുടെ നിലപാടൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ചൊരു വിഷയമായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ താൻ ഉദ്ദേശിച്ചത് അതല്ല എന്നൊരു നിലപാട് മാറ്റവും നമ്മൾ കണ്ടതാണ്. ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ പാർട്ടി പിന്തുണ ഇല്ലായ്മയാണ് എന്നതും വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഈ CPM വിവാദ കൂട്ടായ്മയെ ആദ്യം എതിർക്കുകയും പിന്നീട് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ അബിൻ വർക്കി ചേളാരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാദ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് ഈ മെക്സവന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. CPMന്റെ പെട്ടെന്നുള്ള നിലപാട് മാറ്റവും കോൺഗ്രസിന്റെ പെട്ടെന്നുള്ള പിന്തുണയും ഒക്കെ തന്നെയും ഈ മെക്സവൻ എന്ന വിവാദ കൂട്ടായ്മയെ വളരെ
വളരെയധികം ചർച്ച ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. നമുക്കറിയാം പ്രധാനമായും MEC7 ഒരു വ്യായാമ കൂട്ടായ്മയാണെന്ന് സംഘടന പറയുമ്പോഴും അതിനെ പ്രധാനമായും എതിർക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നയിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ചെയിനുകൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ചെയിനുകൾ കേന്ദ്രീകരിച്ച് കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച് പ്രധാനമായും ഇത്തരത്തിലൊരു കൂട്ടായ്മ കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ വളർന്നു വരുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വ്യായാമ കൂട്ടായ്മ പ്രധാനമായും പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കുന്നമംഗലം, കൊടുവള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ, ചേളാരി മുതലായ പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ വ്യായാമ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നു. അവർക്ക് ചെറിയ തലം മുതൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രധാനമായും ഈ വ്യായാമവുമായി ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. കൂടാതെ തന്നെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM പിന്തുണ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കൂടാതെ തന്നെ കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗം ഇതിനെ എതിർത്ത് രംഗത്ത് വന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ വിവിധ ഏജൻസികൾ അടക്കമുള്ള ആളുകൾ ഈ MEC7 കൂട്ടായ്മയെ നിരീക്ഷിക്കുമ്പോഴും അതിന് മറ്റു പാർട്ടികളുടെ പിന്തുണ ഉണ്ടാവുന്നു എന്നതാണ് ഏറെ സവിശേഷമായി നമ്മൾ എടുത്തു പറയേണ്ടത്. അതിൽ പ്രധാനമായും നമ്മൾ കണ്ടതാണ് മോഹൻ മാസ്റ്റർ അടക്കമുള്ളവരുടെ പ്രസംഗം. ആ പ്രസംഗവേദി പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് MEC7-എതിരെ തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. പിന്നീട് വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ പാർട്ടി തനിക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായ ആ സമയത്താണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ വന്ന് താൻ ഉദ്ദേശിച്ചത് MEC7 അല്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടത് ആദ്യം ഒരു നിലപാട് പറയുകയും പിന്നീട് ആ നിലപാട് തിരുത്തി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ പ്രധാനമായും ഇതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഈ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ, ചേളാരിയിൽ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യവുമാണ് രജനി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണം നടത്തുന്നതിനിടയിൽ തന്നെയാണ് MEC7 പിന്തുണയുമായിട്ട് കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ പ്രകാശൻ വേലുക്കുട്ടി പറയുന്നുണ്ട്, MEC7 വൈറ്റ് വാഷ് ചെയ്തു ഇടതും വലതും എന്നുള്ള കാര്യം. ഒപ്പം മറ്റൊരു പ്രേക്ഷകനുണ്ട് സുധാകരൻ, MEC7 നിരോധിക്കണമെന്നുള്ളൊരു കാര്യം. കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. നമ്മൾ ശബരിമലയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് നമ്മൾ പുത്തൻപുലരിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ക്യൂ തന്നെ രൂപപ്പെടുന്നുണ്ട്. മരക്കൂട്ടം വരെയും ഭക്തരുടെ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 18ാം പടി കയറാനുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ നീളുന്നു എന്നും അറിയാൻ കഴിയുന്നു. മരക്കൂട്ടത്തു നിന്നും ചെറു സംഘമായാണ് ഇപ്പോൾ നിലവിൽ ഭക്തരെ കടത്തിവിടുന്നത്. മനോജ് ചേരുന്നുണ്ട് സന്നിധാനത്തു നിന്നും വിവരങ്ങളുമായി. മനോജ്, തിരക്കിങ്ങനെ വർദ്ധിക്കുകയാണ്. 18ാം പടിയിൽ കയറുന്നതിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പ് 6-7 മണിക്കൂർ വരെ നീളുന്നു. വലിയ ക്യൂ രൂപപ്പെടുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്നത്? തീർച്ചയായും പുലർച്ചെ മുതൽ ഈ മരക്കൂട്ടം വരെ ഈ ക്യൂ നീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും ഭക്തജനങ്ങൾ കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം ഭക്തരിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടം വരെ ഈ ക്യൂ നീണ്ടു നിന്നു. അതോടൊപ്പം 18ാം പടിയിലേക്ക് കയറാൻ 6-7 മണിക്കൂർ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ ഒരു തിരക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 18ാം പടിക്ക് താഴെ അങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ്. ഇനി ഇവർക്ക് പുറകിലായി ഈ നടപ്പന്തലിൽ വലിയ തരത്തിലൊരു ക്യൂ ഉണ്ട്. അതിനുശേഷം ഈ ശരംകുത്തി വരെ, അതായത് ഈ മരക്കൂട്ടമൊക്കെ വരെ ഇത്തരത്തിൽ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ചെറു സംഘങ്ങളായാണ് ഓരോ ഗേറ്റ് വഴിയും ഇവരെ കടത്തിവിടുന്നത്. അതിനുശേഷം ഇവിടെ എത്തി ഇവിടെ കാത്തു നിന്ന ശേഷമാണ് ഈ 18ാം പടി കയറുന്നത്. ഈ 18ാം പടിയിൽ തന്നെ ഈ ഭക്തരെ, അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തരെ എത്രയും വേഗം മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ 18ാം പടിയുടെ മുന്നോട്ട് പോകുക
ത്തേക്ക് എത്തുക. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 18-ാം പടി വഴി കയറി വരുന്ന ഭക്തരാണ്. അവർ മുകളിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ ഓരോ മൂന്നാം ദിവസമാണ് ഇത്തരത്തിൽ ഭക്തജന തിരക്ക് വലിയ സംഖ്യയിലോട്ട് കടക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ പുലർച്ചെ മുതൽ ഈ പടി കയറാനുള്ള ക്യൂ ആയിരുന്നു ഇത്രയധികം നീണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതുതന്നെയാണ്. ഓരോ ഘട്ടമായി ഇവരെ കടത്തിവിടുമ്പോഴും ഈ സന്നിധാനത്തിന് താഴെ ഈ 18-ാം പടിക്ക് താഴെയുള്ള വലിയ നിര നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കഴിഞ്ഞ ശേഷം നടപ്പന്തലിലും ഇത് തന്നെയാണ്. എന്തായാലും ഓരോ ദിവസവും ഈ ഭക്തജന തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും ഇത് തന്നെയാണ്. ഈ മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഈ 18-ാം പടി കയറാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് 18-ാം പടി കയറിയാലും അവിടെ നിന്നും ഈ സന്നിധാനത്തേക്ക് കയറി സോപാനത്തിന് അരികിലേക്ക് എത്തുന്ന ആ ഒരു തിരക്കും നമുക്ക് കാണാം. അങ്ങനെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഭക്തർ ഇത്തവണ ശബരിമലയിലേക്ക് എത്തി എന്നുള്ളതാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത്തവണ ഭക്തജന തിരക്കിൽ ഭക്തജനങ്ങളിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് ശബരിമലയിലേക്ക് എത്തുന്നവരിൽ. അത് തന്നെയാണ് ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മരക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ വലിയ നടപ്പന്തലും കഴിഞ്ഞ് കുറേയധികം മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അവിടേക്ക് വരെ ഈ ഒരു ഭക്തജന പ്രവാഹമുണ്ട്. അവരൊക്കെ തന്നെ മണിക്കൂറുകൾ കാത്തു നിന്നാണ് അയ്യപ്പ ദർശനം നടത്തുന്നത്. നമുക്ക് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള തിരക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇനി മണ്ഡലപൂജയുടെയൊക്കെ സമയമാണ്. ഈ ഒരു സമയം വലിയൊരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ, അതായത് തിരക്ക് കൂടുതലായി വന്നാൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതിനൊക്കെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഘട്ടമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറു സംഘങ്ങളായി കടത്തിവിട്ടാൽ മാത്രമേ സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാകൂ എന്നുള്ളതാണ്. കാത്തു നിൽക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. 6-7 മണിക്കൂർ കാത്തു നിന്നാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പോലീസ് അവരെ ഇങ്ങനെ കടത്തിവിടുമ്പോൾ, അതായത് പലതരത്തിലുള്ള പരാതികൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുമുണ്ട്. കാരണം മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചില സമയങ്ങളിലൊക്കെ കടത്തി വിടുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും അത്തരത്തിലൊരു നിയന്ത്രണത്തിലൂടെ മാത്രമേ ഈ ദർശനം സാധ്യമാക്കൂ എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ നിയന്ത്രണം ഇല്ലാതിരുന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം, ഈ ആംബുലൻസ് വന്ന സമയത്ത് തന്നെ ഈ എമർജൻസി പാതയിലൂടെ കടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ അത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർന്നാൽ അത് വലിയ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന ഭക്തജനങ്ങളെയൊക്കെ കൊണ്ടുപോകേണ്ട ഒരു എമർജൻസി പാതയൊക്കെ ഉണ്ട്. അതിന് ആ ഭാഗത്തൂടെയൊക്കെയാണ് കൂടുതലായും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരക്കൂട്ടവും കഴിഞ്ഞ് ഭക്തജനങ്ങൾ വരുമ്പോൾ, അതായത് പമ്പയിൽ നിന്നും അവർ കയറി മലചവിട്ടി വരുമ്പോൾ ആ മരക്കൂട്ടം വരെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മണിക്കൂറുകളുടെ നേരത്തെ 3-4 മണിക്കൂറൊക്കെ കാത്തുനിന്നാൽ ആണെങ്കിൽ ഇപ്പോൾ 6-7 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങളിലാണ് സന്നിധാനം. അതോടൊപ്പം തന്നെ അത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ആ 18-ാം പടിക്ക് താഴെ കണ്ട ദൃശ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ഭക്തജനങ്ങളുടെ വലിയ തിരക്ക്. അതായത് അത്രയധികം ഭക്തജനങ്ങൾ ഒരേ സമയം ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ സോപാനത്തിന് അരികിലേക്ക് ഇറങ്ങുവാനുള്ള ആ ഒരു കാത്തുനിൽപ്പ് നമുക്ക് മനസ്സിലാകും. കുറേയധികം നേരമായി തന്നെ ഈ ഭക്തരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. തിരക്ക് എങ്ങനെയുണ്ട്? നല്ല തിരക്കാ. ഇന്നലെ വന്നതാണ്. മഴയും ഇതായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ കാത്തു നിൽക്കേണ്ടി വന്നു കുറേ നേരം? കുറേ നേരം നിൽക്കേണ്ടി വന്നു. 11 മണി മുതൽ രാവിലെ 4 മണി വരെ നിൽക്കേണ്ടി വന്നു. കന്നഡ കന്നഡ ഗോവ. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്ന ഭക്തജനങ്ങൾ അവരൊക്കെ തന്നെ കാത്തു നിന്നുകൊണ്ടാണ് അയ്യപ്പനെ ദർശിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ 6-7 മണിക്കൂറുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. ശബരിമല ഈ 18-ാം പടി കയറുവാൻ വേണ്ടി താഴെ വലിയ തരത്തിലുള്ള തിരക്കുണ്ട്. മനോജ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. കാരണം കണ്ണത്താ ദൂരത്തോളമാണ് ക്യൂ നീണ്ടു കിടക്കുന്നത്. താഴെ 18-ാം പടിയും കവിഞ്ഞ് ക്യൂ ഉണ്ട്. ഒപ്പം തന്നെ പുലർച്ചെ പടി കയറാനുള്ള ശരംകുത്തിയും പിന്നിട്ടു എന്നാണ് വാർത്തകൾ വരുന്നതും. അപ്പോൾ നേരത്തെ മനോജ് പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു തിരക്കിനൊരു
കുറയ്ക്കാൻ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം ഈ ആംബുലൻസ് പോലും വരാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത്. പ്രായോഗികമായ നിയന്ത്രണങ്ങൾ ഇപ്പോഴും നടപ്പാക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ അശാസ്ത്രീയമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയും രാത്രിയിലും ഇത് തന്നെയാണ്. ആംബുലൻസ് വന്ന സമയത്ത് അവിടെ എമർജൻസി പാതയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഭക്തജനങ്ങൾ സാധാരണയായി അവിടെ നിർത്താറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ആ ഗേറ്റ് തുറന്നു കൊടുത്ത് അവിടെ ഭക്തരെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുതന്നെ നിയന്ത്രണങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അവിടെ നിയോഗിച്ചിട്ടുള്ളത്. അവർ കൃത്യമായും ആ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഇവിടേക്ക് അതായത് വലിയ തിരക്കുണ്ടെങ്കിലും ചെറു സംഘങ്ങളായി കടത്തിവിടുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മറ്റ് സൗകര്യങ്ങൾക്ക് കൂടെ അവിടെ എല്ലാവിധ സൗകര്യങ്ങൾക്കുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ അടിയന്തര ഘട്ടങ്ങളിൽ പോലും അത് വെല്ലുവിളിയാകുന്നത്. സാധാരണ ഇതിനേക്കാളും തിരക്ക് വരുന്ന സമയത്തും ഈ അടിയന്തര ഘട്ടങ്ങളിൽ വേഗം തന്നെ വാഹനങ്ങൾക്ക് അതുവഴിയൊക്കെ പോകാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇത്തരത്തിൽ ഈ പാതയിൽ ഭക്തർ നിരന്നതോടുകൂടി തന്നെ ആംബുലൻസിന് അവിടെ നിർത്തിയിടേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പല തരത്തിലും നിയന്ത്രണങ്ങളിലെ പാളിച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വരുന്ന ഭക്തജനങ്ങളുടെ ആ ഒരു ഭക്തജന പ്രവാഹം നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. അവരെ കൃത്യമായും നിയന്ത്രിച്ച് ചെറു സംഘങ്ങളായി മാത്രമേ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒരുമിച്ചെത്തുമ്പോൾ അവരെ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് കയറ്റിവിടാൻ സാധ്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മണിക്കൂറുകൾ ഈ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത്. അവർക്ക് വലിയ തരത്തിലാണ് അവർ നമ്മളോട് പറയുന്നത്. ഈ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം വന്നവരൊക്കെ ഇപ്പോഴും ദർശനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പുലർച്ചെ തന്നെ ആ ക്യൂ അങ്ങ് മരക്കൂട്ടവും കഴിഞ്ഞു പോയി എന്നുള്ളത്. ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടവും കഴിഞ്ഞ് അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ നിന്നും വീണ്ടും ഭക്തജനങ്ങൾ അങ്ങനെ കയറുന്നുണ്ട്. ആ കണക്കുകളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും വലിയ വർധനമുണ്ടാകുന്നു. റെക്കോർഡ് സംഖ്യ കഴിഞ്ഞ ദിവസം ഈ ശബരിമലയിൽ എത്തിയിരുന്നു. അത്തരത്തിൽ ദർശനം നടത്താനായി ആ ഒരു ദർശന പുണ്യത്തിനായി എത്തുന്ന ഭക്തജനങ്ങളാണ്. അപ്പോൾ ഇനിയും വരാനുള്ളവരുണ്ട്. ഇനി എത്രയോ അയ്യപ്പ ഭക്തരാണ് അങ്ങനെ കാത്തു നിൽക്കുന്നത് ശബരിമലയിലെത്തി അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി. എന്നാൽ ഈ ഒരു തിരക്ക് വലിയ തരത്തിൽ അതായത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമാണ്. ഈ ഭക്തജന തിരക്ക് അതായത് കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് പ്രത്യേക ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കുട്ടികൾ ഉള്ളിലൂടെ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അയ്യപ്പന്മാരുണ്ട്. അവരൊക്കെ ഇടിമുടിക്കെട്ടുമായി ആ തിരക്കിനിടയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. അതെ, മനോജ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. പക്ഷേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ 6-7 മണിക്കൂറുകൾ ഇങ്ങനെ വരിയിൽ നിന്നുകൊണ്ട് നീങ്ങുന്ന കുഞ്ഞ് കുട്ടികളെയും മാളികപ്പുറങ്ങളെയും ഒക്കെ. അപ്പോൾ ഈ സംവിധാനങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. എല്ലാവർക്കും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ വേണ്ടത്ര കൃത്യത പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ മനോജ്? തീർച്ചയായും അതുതന്നെയാണ്. അതായത് കുട്ടികൾക്കായി പ്രത്യേക വരി നിലവിലുണ്ട്. എന്നാൽ പല കുട്ടികളും അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കൊന്നും ഇത് അറിയില്ല. അവരെ കൃത്യമായും നിയന്ത്രിച്ച് കുട്ടികളെ മറ്റൊരു വരിയിലൂടെ വിടേണ്ടത് ഇവിടെ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഈ കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം ആ വലിയ വരിയിൽ നിൽക്കേണ്ട സാഹചര്യമാണ്. അതായത് ഒരു ഭാഗത്തൂടെ മറ്റൊരു വരി പോകുന്നുണ്ടെങ്കിലും ഈ വലിയൊരു തിരക്കിനിടയിലേക്ക് ആ കുട്ടികളെയൊക്കെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ്. അതായത് 18-ാം പടി കടന്നു വരുന്ന ഈ ഒരു ഭക്തരെ ഒരേ വഴിയിലൂടെ അങ്ങനെ കടത്തിവിടുകയാണ്. ചിലരെ മാത്രം മറ്റൊരു ക്യൂവിലൂടെ തന്നെ ഈ കുട്ടികളെയൊക്കെ മാറ്റിവിടുന്നുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ തിരക്കിനെ വലിയ രീതിയിൽ അതായത് ഭക്തജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. കുട്ടികളുടെ ആ ഇരുമുടിക്കെട്ടുമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ആ തിരക്കിനിടയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ
ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ആ തിരക്കിനിടയിൽ ആ ഇരുമുടിക്കെട്ടുമായി ആ കുട്ടി അങ്ങനെ നിൽക്കുകയാണ്, ആ കുഞ്ഞയ്യപ്പൻ അങ്ങനെ നിൽക്കുകയാണ്. ആ തിരക്കിൽ നിന്നും വെളിയിലിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ദൃശ്യം. അതോടൊപ്പം അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് ചെറുതായെങ്കിലും. ഇപ്പോൾ ആ ഒരു വരി ഇങ്ങനെ തന്നെയാണ്. ഈ പല ഭാഗത്തും ഇത്തരത്തിൽ വലിയ തിരക്കിനിടയിൽ ഭക്തജനങ്ങൾ പെട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ആ ഘട്ടം ഘട്ടമായി മാത്രം മുന്നോട്ട് വിട്ടുകഴിഞ്ഞാൽ മാത്രമേ അതിലൊരു പരിഹാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതെ, ഇത് കൃത്യമായ സംവിധാനങ്ങൾ നടപ്പാക്കണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് ഭാഷയുടെ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അവരെ കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. മനോജ് ഇപ്പോൾ കാണിച്ചു, നിരവധി കുഞ്ഞു കുട്ടികളാണ് ഈ വരിയിൽ തിക്കിലും തിരക്കിലും പെട്ടുപോകുന്നത്. ഇവർക്കായി മറ്റൊരു ക്യൂ സംവിധാനമുണ്ടെന്നും അവരേക്ക് അവിടെ വിടുക എന്നുള്ളതൊക്കെ പോലീസിൻ്റെ കർത്തവ്യമാണ്. പക്ഷേ വലിയ രീതിയിലുള്ള തിരക്കും തിക്കും ഒക്കെ വരികയും നീണ്ട ക്യൂ ഇങ്ങനെ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലും കുട്ടികളും അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും 6-7 മണിക്കൂർ 18-ാം പടി കടക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അധികൃതർ ദ്രുതഗതിയിൽ തന്നെ 3-ാം ദിനമാണ് ഇങ്ങനെ തിരക്ക് കൂടുന്നത്, എന്നിട്ട് പോലും പോലീസ് പോലും അവിടെ ക്രമീകരണങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മനോജാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മനോജ് നേരത്തെ ഈ റിപ്പോർട്ടിങ്ങിനിടയിൽ പറഞ്ഞ ആംബുലൻസിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. അതായത് ശബരിമലയിലെ അശാസ്ത്രീയമായ ഈ ക്യൂ നിയന്ത്രണങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ വലിയ വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ്. എമർജൻസി പാത വഴി ആംബുലൻസിന് പോലും കടന്നു പോകാനാകാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. നടപ്പന്തലിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കാൻ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം പലതവണ ആംബുലൻസുകൾ നിർത്തിയിടേണ്ടിയും വന്നു. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം എമർജൻസി പാതയിൽ ഭക്തർ നിറഞ്ഞതോടെ ആംബുലൻസിന് കടക്കാൻ ഏറെ നേരം വേണ്ടി വന്നു. രാവിലെയും രാത്രിയിലും ഇത് ആവർത്തിച്ചു. സന്നിധാനത്തു നിന്നും പമ്പയിലേക്കും തിരിച്ചും അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകാനായാണ് നടപ്പന്തലിൽ എമർജൻസി പാതകൾ ഒരുക്കിയിട്ടുള്ളത്. ഭക്തരുടെ തിരക്കനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് ഇതുവഴി കടത്തിവിടേണ്ടത്. അതിനായി ഓരോ ഭാഗത്തും ഗേറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന് പാളിച്ച സംഭവിച്ചു. സമയക്രമമില്ലാതെ ഗേറ്റ് തുറന്നു നൽകി. പകലും രാത്രിയിലും ഭക്തർ ഒന്നാകെ എമർജൻസി പാതയിൽ നിരന്നു നിന്നു. ഈ സമയങ്ങളിലാണ് ആംബുലൻസ് എത്തുന്നത്. തുടർന്ന് ഏറെ പണിപ്പെട്ടാണ് ആംബുലൻസ് കടത്തിവിട്ടത്. ഈ മണ്ഡലകാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പരിചയസമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വേണം എമർജൻസി പാതയിൽ നിയോഗിക്കാൻ. അടിയന്തര ഘട്ടങ്ങളിൽ പാത ഒരുക്കേണ്ടത് അതാത് സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. ക്യൂ നിയന്ത്രണത്തിലെ അലംഭാവം തുടരുകയാണെങ്കിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത. ജനം, സന്നിധാനം. എന്തായാലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ദേവസ്വത്തിൻ്റെ മുൻപിലെത്തട്ടെ, നടപടികൾ വേഗത്തിൽ നടക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സന്നിധാനത്തെ ഡോണർ റൂം പൂട്ടിക്കിടക്കുന്ന സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകും. വിഷയത്തിൽ ഇന്നലെ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഗൗരവകരമെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിൻ്റെ സമീപനം അംഗീകരിക്കാനാകില്ല എന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ സന്നിധാനത്തെ മേൽപ്പാലത്ത് നിന്ന് താഴേക്ക് ചാടിയ അയ്യപ്പ ഭക്തൻ മരിച്ച സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വീണ്ടും കോടതിക്ക് മുന്നിലെത്തുന്നു. ഇന്നലെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയായിരുന്നു ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ വിഷയം എപ്പോഴാണ് പരിഗണിക്കുന്നത്? രജനി, ഇന്ന് രാവിലെ 11 മണിയോടെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. ഇത് അയ്യപ്പ ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ, അവിടുത്തെ സംവിധാനങ്ങൾ, അതിൻ്റെ നടത്തിപ്പ്, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾ, അവിടെ വിന്യസിച്ചിരിക്കുന്ന പോലീസുകാരെ സംബന്ധിച്ചുള്ള പരാതികൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഡോണർ റൂം പൂട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് വലിയ ഒരു വീഴ്ച
വീഴ്ചയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പൂട്ടിയിടേണ്ടി വരുന്നു എന്നത് സംബന്ധിച്ച ചോദ്യമാണ് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചത്. ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് വിശദീകരണം ഇന്ന് ഹൈക്കോടതിക്ക് നൽകുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് മേൽപ്പാലത്തിൽ നിന്നും ചാടി അയ്യപ്പഭക്തന് അപകടമുണ്ടായ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടും ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവിടെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇല്ലെങ്കിൽ അവിടുത്തെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് വരുത്തുന്ന വീഴ്ചകൾ, ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായും ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് കേസ് വരികയാണ്. അത് ഭക്തർക്ക് ഗുണകരമായ രീതിയിലേക്ക് ഭവിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. രജനി, ശരി. എന്തായാലും ഇന്ന് കോടതി ഇതിലൊരു തീരുമാനം അറിയിക്കുക തന്നെ ചെയ്യും. കാരണം നിയന്ത്രണങ്ങൾ, അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ മന്ത്രി A.K. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. അച്ചടക്ക ലംഘനമോ പാർട്ടി വിരുദ്ധമോ അല്ല. അദ്ദേഹം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ് കേരളത്തിൽ. അദ്ദേഹത്തിന് അഖിലേന്ത്യാ പ്രസിഡന്റുമായി കാണാനും പല കാര്യങ്ങൾ സംസാരിക്കാനും തികച്ചും സൗഹൃദ സന്ദർശനം നടത്താനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊന്നും പൊതുവായിട്ടില്ല എന്ന് മാത്രമല്ല, 2 മാസം മുമ്പ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ശരത് പവാർ ഞങ്ങളെ 3 പേരെയും വിളിപ്പിച്ചിരുന്നു, 2 MLA-മാരെയും സംസ്ഥാന പ്രസിഡന്റ്. അന്ന് അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ CPM കേന്ദ്ര നേതാക്കളോട് ആശയവിനിമയം നടത്താമെന്ന് പവാർജി അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ്, അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കാര്യം നീണ്ടുപോയത്. അത് ഇന്നലെയാണ് നടന്നത്. ഈ 2 സമുന്നത നേതാക്കന്മാരും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല, എനിക്ക് തീരെ അറിയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, കാരണം അവർ തമ്മിൽ സംസാരിച്ചതാണ്. അത് സ്വകാര്യ സംഭാഷണമാണ്. ആ സ്വകാര്യ സംഭാഷണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് മറ്റാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളോടും വിശദീകരിച്ചിട്ടില്ല. മാധ്യമങ്ങൾ കാണുന്നത് അദ്ദേഹം ആ കാര്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് സംസാരിച്ച് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞതായിട്ടാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഏതായാലും സംസാരിച്ചിട്ട് കാര്യം വിവരം അറിയിക്കുക എന്ന് പറയുന്നതും അസ്വാഭാവികമായി ഒന്നുമില്ല. ഈ തീരുമാനം 1.5 മാസം മുമ്പേ നമ്മൾ എടുത്തതിന് ശേഷവും കേരളത്തിൽ അത് ചർച്ചാ വിഷയമാക്കിയത് ഒരു നല്ല കാര്യമായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാം. എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ ഞാനെതിരല്ല, ഞാനൊരു തടസ്സവുമാവുകയില്ല. പക്ഷേ അതിനുള്ള ചില പ്രയാസങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിലും ഞാൻ രാജിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. മിനിയാന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഈ നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ഞാൻ മാറുന്നത് തോമസിന് മന്ത്രിയാകാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമാവുകയില്ല എന്ന് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുകയാണ്. അല്ല, തോമസിനെ കുറ്റപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയൊന്നും ഉണ്ടായിരുന്നിരിക്കും. കാരണം അദ്ദേഹം ആഗ്രഹിച്ചു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയല്ലേ വേണ്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ഒരു തീരുമാനം അത് നടപ്പിലാക്കേണ്ടതാരാണ്? അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, മുഖ്യമന്ത്രിക്കല്ല. എൻ്റെ അല്ലല്ലോ പ്രശ്നം. തോമസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ധാരണ, അല്ല മന്ത്രിസഭയിൽ അംഗമാക്കാനുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? ഞങ്ങൾ 3 പേരും പോയി മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ആഗ്രഹം അറിയിച്ചല്ലോ. അറിയിച്ച ഘട്ടത്തിൽ അദ്ദേഹം വിയോജിപ്പുകൾ പറഞ്ഞു. ആ വിയോജിപ്പുകൾ മനസ്സിലാക്കിയതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കണമെന്ന് ശരത് പവാർ ഞങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ശരത് പവാറിനോട് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര നേതൃത്വമായി NCPയുടെ ദേശീയ നേതൃത്വം CPM കേന്ദ്ര നേതൃത്വമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി. പക്ഷേ അത് നീണ്ടുപോകാൻ കാരണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും
കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ അപ്രസക്തവും അപ്രധാനമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നടന്നില്ല. ഇപ്പോൾ ആ ചർച്ച പുനരാരംഭിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി അതിർത്തിയുണ്ടാക്കിയ വിഷയത്തിൽ പാർട്ടിയിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് വന്നിട്ട് 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ആ പഴയ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും മുഖ്യമന്ത്രിക്കുണ്ടോ, അതിൽ മാറ്റം ഉണ്ടായിട്ടൊന്നും താങ്കളുണ്ടോ? അല്ല, മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ദേശീയ നേതാവ് PB മെമ്പറായ പ്രകാശ് കാരാട്ടിനോട് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ കാര്യം നടക്കുമല്ലോ. അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിൽ അയ്യോ, അങ്ങനെ ഞാൻ പറയില്ല. കാരണം പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. ഇന്ന് CPM-ന്റെ ദേശീയ നേതൃത്വത്തിലെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ചർച്ച നടത്തുക, എങ്ങനെയാണ് ചർച്ച നടത്തുക എന്നത് തികച്ചും അതൊരു വേറെ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നതിന് പകരം വിഡിത്തം വേറെയുണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും ധരിക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം തോമസിനെ മന്ത്രിയാക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും നിങ്ങളിലൂടെ അറിയിക്കുന്നു. എങ്ങനെ? അല്ല, പാർട്ടിക്ക് മന്ത്രിയെ വേണ്ട എന്ന നിലപാട് ദൂരവ്യാപകമായ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് എൻ്റെ നിലപാട്. ആ നിലപാട് ഞാൻ കൃത്യമായി ഉത്തരവാദപ്പെട്ട വേദികളിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ മന്ത്രി എന്നുള്ളത് അവിടെയാണ് വരുന്നത്. ശശീന്ദ്രൻ മന്ത്രി എന്ന ഒരു വിഷയത്തിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലൂടെ തോമസിനെയും പാർട്ടിക്ക് മന്ത്രിസ്ഥാനമുണ്ട് പദവിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നതിനെ ഞാൻ ഉത്കണ്ഠയോടുകൂടിയാണ് കാണുന്നത്. ശരി, അതിനെന്താ? മുഖ്യമന്ത്രിയെ കണ്ട് തെറ്റിദ്ധാരണ നീങ്ങുമെങ്കിൽ വളരെ സന്തോഷം. അപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. നിങ്ങൾ പിന്നെ സംഘടനാപരമായി ആവശ്യപ്പെട്ടാൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ കൊണ്ടുപോയി കൊടുക്കാമല്ലോ അപേക്ഷ. അല്ല, എൻ്റെ പാർട്ടിയുടെ ആവശ്യവും എൻ്റെ രാജിക്കത്തും കൊടുക്കാമല്ലോ. ഇത് ഞാൻ ഇതിനാണെന്ന് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ശശീന്ദ്രൻ്റെ ഒരു പിടിവാശി എന്ന നിലക്ക് വരുന്നത്. ശശീന്ദ്രന് ഒരു പിടിവാശിയില്ല. ഞാനിത് ആദ്യം ദേശീയ നേതൃത്വം ബോംബെയിൽ വെച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. ഒന്ന്, ഞാൻ മാറാൻ തയ്യാറാണ് പ്രൊവൈഡഡ് തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചത് കൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം ആ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ശരി. മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. NCP-യിലെ മാറ്റം സംബന്ധിച്ച് തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് അതൃപ്തിയൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്ന് എനിക്കറിയില്ല, അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാധ്യമങ്ങളല്ല അത് പറയുന്നത്, തൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പ്രശാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രശാന്ത്, എന്തായാലും ഈ മന്ത്രിമാറ്റ ചർച്ചകൾ ഒക്കെ തന്നെ NCP-യിലെ മന്ത്രിമാരുടെ ചർച്ചകളൊക്കെ തന്നെ അനിശ്ചിതത്വം നിൽക്കുന്ന ഒരവസ്ഥയാണ്. തോമസ് ശരത് പവാറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോവുകയും ഇന്ന് പുലർച്ചെ അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് NCP-യിലെ മന്ത്രിമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയൊരു അനിശ്ചിതത്തിലേക്ക് തന്നെ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് ഇക്കാര്യം നീണ്ടുപോയത്. ഇല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ മന്ത്രിമാറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് നേരത്തെ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. തോമസ് മന്ത്രിയാക്കുന്നതിൽ തനിക്ക് അതൃപ്തിയില്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ മന്ത്രിസ്ഥാനം അതിന് ഒരു തടസ്സവുമാകില്ല. ഒപ്പം തന്നെ പ്രശാന്ത് ലൈനിലുണ്ട്. പ്രശാന്ത്, മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നുണ്ട് തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് അതൃപ്തിയൊന്നുമില്ല എന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ നടന്ന ചർച്ചയുടെ വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല, തന്നെ അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതെന്ന്. ഈ അനിശ്ചിതത്വം എന്ന് തീരും എന്നാണ് നോക്കിക്കാണേണ്ടത്. ഈ ശരത് പവാറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലേക്ക് പോയ തോമസ് തിരികെ നാട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. പ്രശാന്തിന് കേൾക്കാമെന്ന് തോന്നുന്നു.
എന്തായാലും മന്ത്രിമാറ്റ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ NCP MLA തോമസ് കെ തോമസ് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്ന് ശരത് പവാറുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് ഇന്നലെ തോമസ് കെ തോമസ് അറിയിച്ചത്. തിരിച്ചെത്തുന്ന തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് പറയുന്നു. അതിനിടയിൽ തന്നെയായിരുന്നു അല്പസമയത്തിന് മുൻപ് മന്ത്രി കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ മുൻപ് തന്നെ പവാറുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് ഇത് നീണ്ടു പോയതെന്ന് പറയുന്നു. പ്രശാന്ത് തുടർന്നു. പ്രശാന്ത്, എന്നാണ് ഇപ്പോൾ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? രജനി, പരസ്യമായൊരു എതിർപ്പ് ശശീന്ദ്രൻ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും തോമസ് കെ തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് അതൃപ്തി ഇല്ല എന്ന് പരസ്യമായി പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുമ്പോൾ പോലും ഈ വിഷയം ചർച്ചയാക്കിയതിലെ അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ മന്ത്രിമാറ്റ സംബന്ധമായി ബന്ധപ്പെട്ട മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു പരസ്യ ചർച്ച ഉണ്ടായത്, അത് കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു പരസ്യ ചർച്ചയ്ക്ക് ഇടയാക്കിയതിൽ ഉള്ളൊരു അതൃപ്തി അത് കെ ശശീന്ദ്രൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പരസ്യ ഈ വിഷയം ഇങ്ങനെ ചർച്ചയാക്കിയതിൽ ഉള്ളൊരു എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ വിഷയം ചർച്ചയാക്കിയതിൽ അല്ലെങ്കിൽ തോമസ് കെ തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് എതിർപ്പില്ല, അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആകുന്നതിൽ തനിക്ക് തടസ്സമില്ല, അല്ലെങ്കിൽ തൻ്റെ മന്ത്രിസ്ഥാനം അതിനൊരു തടസ്സമാകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിൽ ശശീന്ദ്രന് ഒരു എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു എതിർപ്പുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വായിച്ചെടുക്കാനും കഴിയും. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞൊരു വിഷയമെന്ന് പറയുന്നത്, അതായത് ഈ മുഖ്യമന്ത്രി താൻ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്, അതായത് ഈ തോമസ് മന്ത്രിയാകുന്നതിൽ തൻ്റെ മന്ത്രിസ്ഥാനം തടസ്സമല്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം ഇതിനകത്തൊരു പ്രധാനമാണ്. കാരണം ഈ വിഷയത്തിൽ ഇത്രയും നാൾ ഈ ചർച്ചകൾ നടക്കുമ്പോഴും, അല്ലെങ്കിൽ NCPയിൽ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ഈ തോമസ് കെ തോമസും അതുപോലെ തന്നെ ഈ ശശീന്ദ്രനുമായുള്ള തർക്കങ്ങൾ നടക്കുമ്പോഴും ശശീന്ദ്രനെ സംരക്ഷിച്ചു നിർത്തുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. കാരണം മന്ത്രിസ്ഥാനത്ത് നിന്നും ശശീന്ദ്രൻ മാറുന്നതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തവുമാണ്. അതുകൂടിയാണ് ഈ വിഷയത്തോടു കൂടി ചേർത്തുകൊണ്ട് തോമസ് കെ തോമസ് പറയുന്നത്. അതായത് ഇതിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ, അതായത് കഴിഞ്ഞ ദിവസം തോമസ് കെ തോമസ് ഡൽഹിയിലെത്തി NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രകാശ് കാരാട്ടും ശരത് പവാറിന്റെ വസതിയിലേക്ക് എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയും ചെയ്തു. അതുകൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ശശീന്ദ്രൻ പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ തന്റെ മന്ത്രിസ്ഥാനം തടസ്സമായില്ലെങ്കിൽ പോലും ഇത്തരം സമീപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളൊന്നും ആശാസ്യകരമല്ല എന്നടക്കം പറയുമ്പോഴും ഈ നിലവിൽ അങ്ങനെ ഒരു രാജി വെക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ശശീന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ താൻ രാജിവെച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, അത് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് എന്ന നിലയിലേക്ക് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും NCPയിലെ തർക്കങ്ങൾ ഒരിക്കൽ കൂടി ശരി, എന്തായാലും അതൃപ്തി ഇല്ല എന്ന് പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അതൃപ്തി പ്രകടമാക്കുക തന്നെയാണ് മന്ത്രി കെ ശശീന്ദ്രൻ. അതാണ് നമ്മൾ അല്പസമയത്തിന് മുൻപ് കണ്ടത്. ഇനി ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. NCP മന്ത്രിസ്ഥാനത്തിൽ CPM കേന്ദ്ര നേതൃത്വത്തെ നിലപാടറിയിച്ചിട്ടുണ്ട് ശരത് പവാർ. മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അവകാശം പാർട്ടിക്കെന്നാണ് ശരത് പവാർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചത്. പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നാണ് സൂചന. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമസ്തേ. എന്തായാലും ഇപ്പോൾ ശരത് പവാർ CPMന് വിട്ടിരിക്കുകയാണ് ഈ NCPയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആ കോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇനി എന്ത് നിലപാടായിരിക്കും CPM സ്വീകരിക്കുക? പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. രജനി, ഇന്നലെ വൈകുന്നേരം ശരത് പവാറിന്റെ ഡൽഹിയിലെ വസതിയിൽ ഒരു ചർച്ച നടന്നു. തോമസ് കെ തോമസ് നേരിട്ട് ശരത് പവാറിനെ കണ്ട് തനിക്കുള്ള അതൃപ്തിയും സംസ്ഥാന ഘടകത്തിന്റെ NCP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ശരത് പവാറിനോട് നേരിട്ട് തന്നെ തോമസ് കെ തോമസ് വിശദീകരിച്ചതാണ്. ഈ കൂടിക്കാഴ്ചയ്ക്കൊപ്പം CPMന്റെ കേന്ദ്ര കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രകാശ് കാരാട്ടും ശരത് പവാറുമായി ചർച്ച നടത്താനുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടയിലാണ് ശരത് പവാർ പ്രകാശ് കാരാട്ടിനോട് നിലപാട് വ്യക്തമാക്കിയത്. അതായത് NCPക്ക് കേരളത്തിൽ ഒരു മന്ത്രിയാണുള്ളത്, ആ മന്ത്രിയെ തീരുമാനിക്കുവാനുള്ള അവകാശം NCPക്ക് തന്നെയാണ്, അതല്ലാതെ അത് CPMനല്ല. ഇത്തരം വിഷയങ്ങളിൽ CPM സംസ്ഥാന ഘടകം അനാവശ്യമായി ഇടപെടുന്നത് അത് തെറ്റായ നിലപാടാണ് എന്ന് ശരത് പവാർ
പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രകാശ് കാരാട്ട് ശരത് പവാറിന് നൽകിയ ഉറപ്പ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ സംസാരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ സംസാരിച്ച ശേഷം CPM-ന്റെ കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് കൈക്കൊള്ളാം എന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ ഈ ഒരു കൂടിക്കാഴ്ച അവസാനിച്ചത്. എന്തായാലും പ്രകാശ് കാരാട്ടിനോട് ശരത് പവാർ പാർട്ടിയുടെ അതൃപ്തി NCP ദേശീയ നേതൃത്വത്തിനുമൊപ്പം സംസ്ഥാന ഘടകത്തിനുമുള്ള അതൃപ്തി സംബന്ധിച്ച് ഇന്നലെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇനിയും പ്രകാശ് കാരാട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അടുത്ത വിഷയങ്ങളാണ്. കാരണം പൊതുവെ നമുക്കറിയാം CPM-ന് പേരിൽ മാത്രമാണ് ദേശീയം കേന്ദ്ര നേതൃത്വം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. കേരള ഘടകം എന്താണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പേപ്പറിൽ എഴുതി കൊടുക്കുന്നത് അത് വായിക്കുക മാത്രമാണ് CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനാൽ കേരള ഘടകത്തോടോ അല്ലെങ്കിൽ പിണറായി വിജയനോടോ കേരളത്തിൽ മാത്രമാണ് പാർട്ടിക്ക് ഭരണമുള്ളത്. അതിനാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു നിർദ്ദേശം എന്ന നിലയിൽ സംസാരിക്കാനുള്ള ഗട്ട്സ് CPM-ന്റെ അഖിലേന്ത്യാ നേതാക്കൾക്കോ നേതൃത്വത്തിനോ ഇപ്പോഴില്ല. അതിനാൽ കേരള ഘടകവും പിണറായി വിജയനും തീരുമാനിക്കുന്നത് തന്നെയാകും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ നിലവിൽ പ്രകാശ് കാരാട്ടിനെയും ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും അല്ലെങ്കിൽ എന്ത് നിലപാട് കൈക്കൊള്ളും എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. രജനി, ശരി. എന്തായാലും NCP മന്ത്രിമാറ്റം സംബന്ധിച്ച് ഗൗതം പറഞ്ഞതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നുള്ള കാര്യമാണ് വരും മണിക്കൂറുകൾ ചിലപ്പോൾ അറിയാൻ കഴിയും. ആത്യന്തികമായി CPM സംസ്ഥാന നേതൃത്വം കേരളത്തിലെ CPM എന്ത് തീരുമാനിക്കുന്നുവോ അത് തന്നെ നടപ്പിലാക്കും എന്നാണ് കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഒരു മന്ത്രിമാറ്റം NCP-യിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ചില സൂചനകൾ തന്നെയാണ്. അതിനിടയിൽ തന്നെ അതൃപ്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AK ശശീന്ദ്രൻ പ്രകടമാക്കുന്നുമുണ്ട്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിലവുകൾക്കായി പണം കണ്ടെത്താൻ നട്ടം തിരിയുകയാണ് സർക്കാർ. ഈ സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ സംബന്ധിച്ചും ലഭ്യമാക്കേണ്ട തുക സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കുമുള്ള കേന്ദ്രവിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. ലൈഫ് മിഷൻ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ജൽജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ എല്ലാം കേന്ദ്രവിഹിതം കൃത്യമായി നൽകിയിട്ടും തുക വകമാറ്റി ചിലവഴിക്കുന്നത് കാരണം പദ്ധതികൾ നിലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം നേടിയെടുക്കാനുള്ള നീക്കം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ഇത് കേന്ദ്ര സർക്കാർ കൈമാറുന്നതിന് വേണ്ടിയാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനുള്ളൊരു ശ്രമമാണ് ഇത് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആരോഹിണി, സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. ഇനി പുതുവർഷമാകുന്ന സമയത്ത് ചിലവുകൾക്കായി പണം കണ്ടെത്താനാകാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. കാരണം അമിതമായി ചിലവും ഈ ലഭിക്കുന്ന പണം മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അതുവഴി സംസ്ഥാനത്ത് ഒന്നിനും പണമില്ല. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്, KSRTC ജീവനക്കാർക്ക് ശമ്പളമുണ്ട്, സംസ്ഥാനത്തെ മറ്റെല്ലാ പദ്ധതികളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഈ രീതിയിൽ കുറെ പണം വാങ്ങിയെടുക്കുക, അതിനുള്ളൊരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഓരോ വകുപ്പുകൾക്കും ധനവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനോടും തദ്ദേശ വകുപ്പിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഒക്കെ തന്നെ പലതരത്തിലുള്ള പദ്ധതികൾ, അതായത് നിലവിലുള്ള പദ്ധതികൾ, ഇനി പുതുതായുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള പദ്ധതികളുടെ വിവരങ്ങൾ, എത്ര രൂപ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു വിവരങ്ങൾ ഉടൻ തന്നെ ധനവകുപ്പിന് കൈമാറാനാണ് നിർദ്ദേശം. അത് എല്ലാ വകുപ്പുകൾക്കും ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഈ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറാനുള്ള നീക്കമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിലവിൽ തന്നെയുള്ള പല പദ്ധതികൾ
പദ്ധതികൾ, അത് ലൈഫ് മിഷൻ പദ്ധതിയാണെങ്കിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെങ്കിലും ജൽ ജീവൻ മിഷൻ ആണെങ്കിലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനം ഒരുമിച്ച് ചെയ്യുന്ന പദ്ധതികൾ, ഈ പദ്ധതികൾക്കൊക്കെ തന്നെ 60%, 40% എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഫണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൃത്യമായ സമയത്ത് തന്നെ സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ അത് വകമാറ്റി ചിലവഴിക്കുകയും അതുകൊണ്ട് തന്നെ പല പദ്ധതികളും സംസ്ഥാനത്ത് നിലയ്ക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത് ലൈഫ് മിഷൻ പദ്ധതിയാണെങ്കിലും ആ രീതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം മറ്റു പല കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നത് വഴി പല വീടുകളും ഇത്തരത്തിൽ അതിന്റെ പണികൾ പൂർത്തിയാകാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടിയിട്ട് കോടികളാണ് കൃത്യ ഇടവേളകളിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതും ഇതേ രീതിയിൽ സ്വകാര്യ ആശുപത്രികൾക്കുൾപ്പെടെ പണം നൽകാത്തത് കൊണ്ട് ആ പദ്ധതിയും മുടങ്ങിക്കിടക്കുന്നു. ഇതാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. അപ്പോൾ വലിയ രീതിയിൽ കടക്കണിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഇനിയും കൂടുതൽ തുക വാങ്ങിച്ചെടുക്കുക, അതാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ധനവകുപ്പ് ഇപ്പോൾ എല്ലാ വകുപ്പുകൾക്കും ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന പുതിയ പദ്ധതികൾ, നിലവിലുള്ള പദ്ധതികൾ എത്ര രൂപ വാങ്ങിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ റിപ്പോർട്ട് കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി രശ്മി, എന്തായാലും കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ വിവിധ പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കാനാണ്. കാരണം അങ്ങനെ കൈമാറുന്നതോടുകൂടി കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ധനസമാഹരണം ഇത് തന്നെയാണ് സംസ്ഥാന. എന്നാൽ ആ കിട്ടുന്ന പണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുമാത്രമല്ല, ഈ ഇന്ന പദ്ധതികളാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സമർപ്പിക്കുന്നത് റിപ്പോർട്ട്. കൃത്യമായി ആ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചാൽ തന്നെ നമുക്കറിയാം ഇവിടെ എത്തുമ്പോഴത്തെ സാഹചര്യം. പദ്ധതികളൊക്കെ അട്ടിമറിക്കുന്നു, പദ്ധതികൾ മാറ്റുന്നു, പണം വേറെ വഴിക്ക് തന്നെ പോകുന്ന കാഴ്ച. ഇനി ഇതുപോലെ തന്നെ പണം അട്ടിമറിച്ച ഒരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും അത് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് തുകയിൽ മുൻ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച പണത്തിന്റെ ക്രോഡീകരിച്ച കണക്ക്, വയനാടിനായി വേണ്ട അധിക സഹായം എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ ഇന്ന് സമർപ്പിക്കും. സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിൽ ഈ വാർത്ത കോടതി പരിഗണിക്കുന്ന സമയത്ത് അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എത്ര ഫണ്ട് CMDRF-ൽ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. വയനാടിനായിട്ട് എത്ര ചെലവഴിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കണക്കുകളിൽ വ്യക്തത കാണിക്കൂ എന്നാണ് വീണ്ടും കോടതി പറയുന്നത്. രജനി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഹൈക്കോടതി എടുത്തിരിക്കുന്ന ഇതിലെ ഒരു പ്രധാന ഇടപെടലെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൃത്യമായി കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും കേന്ദ്രത്തിൽ നിന്നും വിഹിതങ്ങൾ കൃത്യമായി ലഭിക്കാതെ വരുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ പോലും പലപ്പോഴും സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളതുമാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കണക്ക് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നു. അത്തരത്തിൽ അത് വാങ്ങിക്കൊണ്ടുള്ള ഒരു ഇടനില എന്ന പോലെ ഹൈക്കോടതി ഇതിൽ ഇടപെട്ട് കേരളത്തിന് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിനെ സഹായിക്കുക എന്ന ഒരു സമീപനം കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇപ്പോൾ ദുരന്ത നിവാരണ ഫണ്ടിലുള്ള തുകയിൽ അതിൽ 700 കോടി രൂപ നിലവിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്തൊക്കെയാണ് മുൻ നിശ്ചയപ്രകാരം ചിലവാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്, അതിൻ്റെ ക്രോഡീകരിച്ച കണക്ക് സമർപ്പിക്കണം, കൃത്യമായ ആ കണക്ക് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാടിന് വേണ്ടി ഇനി എത്ര രൂപയാണ് സഹായമായി ആവശ്യമുള്ളത് ഇത് സംബന്ധിച്ചും കൃത്യമായ കണക്കുകൾ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് 700 കോടി രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ ഉണ്ടെങ്കിൽ അതിൽ മുൻ നിശ്ചയപ്രകാരം മുൻ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ചിലവാക്കേണ്ടതാണ് 638 കോടി രൂപ എന്നത്. ഇതിൽ ഘടകകക്ഷികൾക്കടക്കമുള്ള ഒരു അതിർത്തിയും കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനമായും ഒരു പരിഗണന ആദ്യം പരിഗണിക്കേണ്ടത് എന്തിനാണ്, അതിലെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ് എന്ന ഒരു കാര്യം നിശ്ചയിക്കുമ്പോൾ അത് വയനാടിന് നിശ്ചയിക്കേണ്ടതാണ്. അതിനേക്കാൾ ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുകയും വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വൈകുകയും ചെയ്യുന്നതിൽ ഘടകകക്ഷികൾക്ക് പോലും അതൃപ്തിയുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ കണക്ക് ചോദിക്കുന്നത്. അതും ഹൈക്കോടതി വിലയിരുത്താൻ സാധ്യതയുള്ള ഒരു വിഷയമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. ഇതിൽ എന്തു തന്നെയായാലും കൃത്യമായ കണക്കുകൾ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർബന്ധിതമായി തന്നെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി. ശരി, എന്തായാലും എത്ര കിട്ടി എന്നുള്ള കാര്യം അറിയില്ല, എത്ര ചെലവഴിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. എന്തായാലും കൃത്യമായ കണക്കാണ് കോടതിക്ക് വേണ്ടത്. അതിന് സർക്കാർ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.
സുധീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോതമംഗലം കുട്ടൻപുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉടൻ നടപ്പിലാക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഫെൻസിംഗും പ്രദേശത്ത് വഴിവിളക്കുകളും സ്ഥാപിക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ വാക്കുകൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ കളക്ടർ തുടർന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ, വനംവകുപ്പിന്റെ നീക്കങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, കോതമംഗലം കുട്ടൻപുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. 2 ജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ കോതമംഗലത്ത് നഷ്ടമായത്. ആ വിദ്യാർത്ഥിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടുള്ള ആ നടുക്കം മാറുന്നതിന് തൊട്ട് ശേഷമാണ് ഇത്തരത്തിലൊരു യുവാവിന് കൂടി ജീവൻ നഷ്ടമാകുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ആരോഗ്യ ഏതാനും ദിവസങ്ങൾക്കിടെ 2 ജീവനുകളാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കോതമംഗലം ഭാഗത്ത് മാത്രം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നതിനെ തുടർന്ന് വലിയൊരു പ്രതിഷേധം കോതമംഗലത്തും കുട്ടമ്പുഴയിലും അരങ്ങേറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന പ്രധാന ഒരു കാര്യം ഈ ആനയുടെ വരവ്, കാട്ടാനയുടെ ഇറക്കം ഇത് തടയുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫെൻസിങ്ങും ഒപ്പം തന്നെ ട്രെഞ്ചും ഇതിന്റെ ഒരു നിർമ്മാണം ഈ പ്രദേശങ്ങളിലേക്ക് വേണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയും ഇത് കളക്ടറെ ഉപരോധിച്ചുകൊണ്ട് ഈ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കളക്ടർ തന്നെ അറിയിച്ച ഒരു കാര്യം, സമയബന്ധിതമായി തന്നെ ഈ ട്രെഞ്ചിന്റെ ഒപ്പം തന്നെ ഫെൻസിങ്ങിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം പറയുകയും ഇന്നലെ തന്നെ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ട്രെഞ്ച് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഈ നാട്ടിലെ ജനം, നാട്ടുകാരൻ കൂടി ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ കൂടി ഏതായാലും നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏത് ഘട്ടത്തിലേക്കാണ്, എങ്ങനെയാണ്, നിങ്ങൾ തൃപ്തിയാണോ? മിനിഞ്ഞാന്ന് കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ തന്നൊരു വാഗ്ദാനമായിരുന്നു നാളെ തന്നെ പണി തുടങ്ങുമെന്ന്. ഇപ്പോൾ സന്തോഷം മരിച്ചപ്പോൾ തന്ന വാഗ്ദാനമാണ്. 2 വർഷം മുമ്പ് സന്തോഷം മരിച്ചപ്പോൾ ആണ് ഇവിടെ നമുക്ക് ട്രെഞ്ച് താത്തി തരാം എന്ന്, പിന്നെ ഒരു അപകടം, ഒരു മരണം ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞാണ് അത് തുടങ്ങിയത്. ഇന്നലെ മിനിഞ്ഞാന്ന് മരിച്ചപ്പോൾ ലാസ്റ്റ് ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടി കളക്ടർ എടുത്തൊരു തീരുമാനം. ഇന്നലെ വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി. ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. വന്ന് പണി പൂർത്തീകരിച്ച് ഇനി ഒരു മരണം വന്യമൃഗത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് ഇന്ന് ഞങ്ങൾ കാണുന്ന ഈ സമയമായിരുന്നു വരെ വന്നിട്ടില്ല. ഇത് ഇന്നലെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ പദ്ധതിയും ഫണ്ടും ഉള്ളതാണ്. നബാർഡിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് പദ്ധതി. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് ഇവിടെ നടക്കണില്ല. ഇത് തന്നെയാണ്, അതായത് ഈ ട്രെഞ്ച് എത്ര ദൂരം നിർമ്മിക്കണമെന്നാണ് ആവശ്യം? എത്ര വരെ? ഇത് പെണ്ണൂർക്കുടി ഒരു ഗ്രാമമാണ്. ഇവിടെ ആദിവാസി ആളുകൾ മാത്രം താമസിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിന് ചുറ്റുമാണ് പറഞ്ഞത്. 8 കിലോമീറ്ററാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതിനകത്ത് ചുറ്റും വരുമ്പോൾ ഒരു 6 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 കിലോമീറ്റർ നമ്മുടെ ഇപ്പോൾ ഇന്നലെ ദിവസം മരിച്ച നാച്ചേരിക്ക് പോകുന്ന വഴിക്കും ട്രെഞ്ച് താത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രെഞ്ച് താത്തിയാലും ഫെൻസിങ് ഇട്ടാലും സംരക്ഷിക്കാൻ ആൾ വെച്ചില്ലെങ്കിൽ ആന സാധനം ഇടിച്ച് ഇറങ്ങി ആന കടന്നു പോരും. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വാച്ചർമാരുടെ എണ്ണം കൂടി വെച്ചില്ലെങ്കിൽ ഇതൊരു പ്രഹസനം മാത്രമായി മാറും. കാരണം ഇതിനകത്ത് മണ്ണിടിച്ചിട്ട് ആന ഇറങ്ങി കയറി പോകും. അതോടൊപ്പം തന്നെ ഈ ഫെൻസിങ് വെക്കുന്ന സമയത്ത് ഹാങ്ങിങ് ഫെൻസിങ് അല്ലെങ്കിൽ ആന തകർക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ ഹാങ്ങിങ് ഫെൻസിങ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു? ഇപ്പോൾ ഈ ഇട്ടേക്കണ ഹാങ്ങിങ് ഫെൻസിങ്ങാണ്. ഇത് സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ആണെങ്കിലും സാധാ ഫെൻസിങ് ആണെങ്കിലും അത് നിലനിൽക്കില്ല. വാച്ചർമാരുടെ എണ്ണം കൂടും. ഇവിടെ ഈ പഞ്ചായത്ത് 542 ചതുരശ്ര കിലോമീറ്ററാണ് കുട്ടനാട് പഞ്ചായത്ത്. അതിൽ 42 ചതുരശ്ര കിലോമീറ്റർ ജനവാസമുള്ളൂ. അപ്പോൾ ചുറ്റും വനമാണ്. ഈ വനം സംരക്ഷിക്കാൻ അവിടെ എന്തെങ്കിലും ജീവനക്കാരെ കൂട്ടണം. ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ വനമില്ല. അവിടെ ഫോറസ്റ്റുകാരുടെ ആവശ്യമുണ്ടോ? അപ്പോൾ ഫോറസ്റ്റുകാരും വാച്ചർമാരും കുട്ടമ്പുഴയാണ് കൂട്ടേണ്ടത്. അങ്ങനെയുള്ള മേഖല നോക്കി അതിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. ഈ ട്രെഞ്ചിൻ്റെ നിർമ്മാണം വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്? നിലവിലെങ്ങും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ മാത്രമാണ് പറഞ്ഞേക്കണേ. ഇവിടെ സന്തോഷം മരിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയേക്കണേ. പക്ഷേ ആയിട്ടില്ല.
ഇന്നലെ എത്ര ഒരു JCB ഉണ്ടായുള്ളൂ, ഒന്നിലധികം JCB ഉണ്ടായിരുന്നു? ഒരു JCB ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ JCBയുടെ ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെളിച്ചു എന്നാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നും കൂടി പണി നടന്നാൽ തുടർന്ന് പണി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് തൃപ്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന് എത്ര ആഴം വേണമെന്നാണ് അങ്ങനെ എന്തെങ്കിലും കണക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് തീരുമാനിച്ചതാണ്? ഇതിനകത്തൊരു 1.5 മീറ്ററെങ്കിലും ആഴം ഇല്ലെങ്കിൽ ആനയ്ക്ക് സിമ്പിളായിട്ട് ഇറങ്ങി പോരാലോ. 1.5-2 മീറ്ററെങ്കിലും വേണം. അല്ലെങ്കിൽ ആന പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വെള്ളം മണ്ണിടിഞ്ഞ് വീണൊക്കെ പെട്ടെന്ന് നേക്കാതെ നോക്കാമെന്നോ അതിനോട് സംരക്ഷണം തുടർ പ്രക്രിയ ഇല്ലാത്തതാണ് ഇവിടെ ഈ വന്യമൃഗശല്യം കൂടാൻ മെയിൻ കാരണം. ഫെൻസിങ് ഇട്ടേച്ച് പോകും, അല്ലെങ്കിൽ ട്രെഞ്ച് താത്തിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വന്നില്ലെങ്കിൽ മൃഗം മനുഷ്യനേക്കാളും ബുദ്ധിയോട് കൂടിയാണ്. കാരണം അപ്പോൾ ഇപ്പോൾ ഇത് ഫെൻസിങ് ഒക്കെ വെച്ചാൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരും മരം ഇടിച്ച് അത് കളഞ്ഞേച്ചാണ് ആന കയറുന്നത്. അപ്പോൾ ഇത് വന്നാലും സംരക്ഷിക്കാൻ 1 കിലോമീറ്റർ വെച്ച് വാച്ചർമാരെ വെച്ചാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ഏതായാലും ഈ രോഹിണി ഒരു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇന്നലത്തെ പ്രതിഷേധം കനത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തി അതിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് രാവിലെയായി 8 മണിക്ക് കഴിയുന്നു, എന്നിട്ട് പോലും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനായിട്ടോ ആരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ആവശ്യപ്പെടുന്ന പോലെയുള്ളൊരു ട്രെഞ്ച് നിർമ്മാണം അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ മണ്ണ് മാറ്റുന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ട്രെഞ്ച് നിർമ്മിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കണം. അതുകൂടാതെ തന്നെ ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാച്ചർമാരുടെ എണ്ണം കൂട്ടണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതിന് സമീപത്ത് തന്നെ പന്തപ്ര കോളനി അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ സ്ഥിരമായി ആന വരുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു വനപ്രദേശമാണ്, സ്ഥിരമായി തന്നെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇതിടെ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള വാച്ചർമാർ കൂടി ഇല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ട് അർത്ഥമുണ്ടാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ട്രഞ്ച് നിർമ്മാണം പോലും മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. കിരൺ, അതോടൊപ്പം ഉറപ്പുകൾ പാലിക്കപ്പെടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം എൽദോസിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. തുടർ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രോഹിണി, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ വലിയൊരു രോഷം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല തവണ നമ്മൾ കണ്ടിട്ടുള്ള ഈ സ്ഥലത്ത് തന്നെ ഈ പന്തപ്ര ഭാഗത്ത് തന്നെ മുൻപും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്കമാലി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം ചേരുകയുണ്ടായിരുന്നു. വനമന്ത്രിയുടെയും ഒപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള P. രാജീവ് മന്ത്രിയും ഒപ്പം എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും ജില്ലാ കളക്ടർമാരും അടക്കം ചേർന്നുകൊണ്ട് ഈ എറണാകുളം തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഈ വനമേഖലകളിൽ ഈ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വലിയൊരു ഉന്നതതല യോഗം ചേരുകയും അതിനുശേഷം മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ നബാർഡിൻ്റെ ഫണ്ട് അടക്കം വന്നു കിടക്കുന്നുണ്ട്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ എറണാകുളം ജില്ലയുടെയും കിഴക്കൻ മേഖലയിലും ഒപ്പം തൃശ്ശൂർ ജില്ലയുടെയും കിഴക്കൻ മേഖലകളിലെല്ലാം ഈ ഫെൻസിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈ യോഗം കഴിഞ്ഞു, മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, എന്നിട്ട് പോലും ഇതിൻ്റെ പ്രാരംഭിക നടപടികളിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ കുട്ടമ്പുഴയിലെ സംഭവം കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി പോകുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാര്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രവൃത്തികൾ കടക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ജനങ്ങൾ കളക്ടറെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏതായാലും പ്രതിഷേധം ഉണ്ടായിരുന്നു. കളക്ടർക്ക് അടക്കമുള്ള ആളുകൾക്ക് ഈ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ തുടങ്ങിയത് എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം ചെയ്തിരിക്കുന്നു. ഇന്ന് അടുത്ത 2ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുകയാണ് കാണുന്നത്. ഏതായാലും ഈ നിർമ്മാണ പ്രവൃത്തി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾ ഏതായാലും വീണ്ടും തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനിയൊരു ജീവൻ കൂടി കുട്ടമ്പുഴയിൽ നഷ്ടപ്പെടുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ കാട്ടാന വന്യജീവി ആക്രമണത്തിലും നാട്ടുകാർ ഇത്തരം ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പല പ്രവൃത്തികളും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വകുപ്പ് മന്ത്രി ചോദിച്ചൊരു കാര്യമുണ്ട്, താൻ മന്ത്രി ആയതുകൊണ്ടാണോ ഇങ്ങനെ ആനകൾ നാട്ടിലിറങ്ങുന്നതും ആക്രമണങ്ങളും നടത്തുന്നതെന്ന്. ഇന്നലെ ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ മന്ത്രി ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തന്നെ എത്ര ജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നോക്കണം. എല്ലാ മനുഷ്യരും ചോദിക്കുന്ന പോലെ തങ്ങളുടെ ജീവനും വിലയില്ലേ എന്ന്. ഇനിയെങ്കിലും ഇതിനൊരു അവസാനം കണ്ടേ മതിയുള്ളൂ. സർക്കാർ ഇടപെടലുകൾ വ്യക്തമായിട്ട് അവിടെ ഉണ്ടാകണം. ഇന്നലെ ഇതൊരു പ്രഹസനമായിട്ട് നടത്തി. ഇന്ന് കിരൺകുമാർ പറഞ്ഞതുപോലെ അവിടെ ആരും എത്തിയിട്ടില്ല.
ഇനി പാലക്കാട്ടേക്ക് പോവുകയാണ്. 4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടത്തെ റോഡിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനം. റോഡിൽ സ്ഥിരമായി ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനും ബസ് ബേ മാറ്റുന്നതിനും ഉൾപ്പെടെയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. നിലവിൽ റോഡിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഡയമണ്ട് കട്ടിംഗ് നടത്തി ഗ്രിപ്പ് വരുത്തിയിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അതിദാരുണമായ ഒരു സംഭവമാണ് 4 കുട്ടികളുടെ മരണം ഈ പനയമ്പാടം റോഡ് അപകടത്തിൽ ഉണ്ടായത്. എന്തായാലും നടപടികളൊക്കെ തന്നെ വേഗത്തിൽ ആരംഭിച്ചു. ഒപ്പം ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈ തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപടി നടപ്പിലാക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. തീർച്ചയായിട്ടും രജനി, പനയമ്പാടത്ത് 4 കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ ആ ഒരു സംഭവത്തിന് പിന്നാലെയാണ് സ്ഥിരം അപകട മേഖലയായ പനയമ്പാടത്ത് ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അവിടെ ഇനി ഒരു അപകടം ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നുള്ളൊരാവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയുണ്ടായി. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു. ഏതായാലും ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഒരു ഡയമണ്ട് കട്ടിങ് നടത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പതുക്കെ പോകുന്നത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പോലീസുകാരെ ഉൾപ്പെടെ ഈ പനയമ്പാടത്തെ അപകട സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കുറച്ചുകൂടി ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനം കൂടെ കൈക്കൊണ്ടു എന്നുള്ളതാണ്. കാരണം നേരത്തെ ഈ ഡിവൈഡറുകൾ താൽക്കാലികമായിട്ട് സ്ഥാപിക്കുന്നതിനായിരുന്നു തീരുമാനം എടുത്തതെങ്കിൽ ഇനി സ്ഥിരമായിട്ട് തന്നെ അവിടെ ഡിവൈഡറുകൾ സ്ഥാപിക്കും എന്നുള്ളതാണ് ഇന്നലെ യോഗത്തിലൊരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബസ് ബേ അവിടെ നിന്ന് മാറ്റും. റോഡിൽ വെള്ളം കെട്ടി നിൽക്കാത്ത ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അഴുക്കുചാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നടപടി ഉണ്ടാവും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രൂപരേഖ അത് ഹൈവേ അതോറിറ്റിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കൈമാറും എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഈ പനയമ്പാടത്തുകാരും കല്ലടിക്കോടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നൊരാവശ്യം അത് ഏറെക്കുറെ പരിഗണിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും മുൻപൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇത്തരത്തിലെല്ലാം ചെയ്യാമെന്ന് വാക്കും പറഞ്ഞ് പോകുമെന്നല്ലാതെ കൃത്യമായ നടപടികൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കല്ലടിക്കോടുകാരും പനയമ്പാടത്തെ ആളുകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇത്തവണ ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടന്ന പശ്ചാത്തലത്തിലെങ്കിലും അധികൃതർ കണ്ടു തുറന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇന്നലെ ഈ മന്ത്രിതല യോഗത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ആ ചർച്ചയ്ക്കൊടുവിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കല്ലടിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം പനയമ്പാടത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത്. ഏതായാലും ഇനിയൊരു അപകടം ഈ പ്രദേശത്ത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഈ വിഷയത്തിൽ ഉള്ളത്. നിലവിൽ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും ഈ അപകട മേഖല അവിടെ വാഹനങ്ങൾ പതുക്കെ പോകുന്നതിന് വേണ്ടി സ്ഥിരമായിട്ട് ഡിവൈഡർ സ്ഥാപിക്കുന്നത്, ബസ് ബേ മാറ്റി സ്ഥാപിക്കുന്നത്, ഒപ്പം തന്നെ ഇപ്പോൾ ഡയമണ്ട് കട്ടിങ്ങും മറ്റും നടത്തിയിട്ടുണ്ട്. അവിടെ കൂടുതൽ ഗ്രിപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതിനൊരു കാരണമായിട്ട് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴൊരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. നിലവിലേതായാലും പനയമ്പാടത്ത് ഇപ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഡയമണ്ട് കട്ടിങ് നടത്തിയിട്ടുണ്ട്, പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാരിക്കേഡ് വെച്ച് അവിടെ വേഗത നിയന്ത്രണം കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് മണ്ണാർക്കാട് ദേശീയപാതയിൽ അവിടെ മാത്രമല്ല നിരവധി ഇടങ്ങളിൽ ബ്ലാക്ക് സ്പോട്ടായിട്ടുണ്ട്. മുണ്ടൂർ ജംഗ്ഷനിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉള്ള സാഹചര്യമുണ്ട്. മുണ്ടൂർ ജംഗ്ഷനെ സംബന്ധിച്ച് അവിടെ ബ്ലാക്ക് സ്പോട്ടായി മാറിയ മുണ്ടൂർ ജംഗ്ഷനിൽ ഫ്ലാഷ് ലൈറ്റ് സ്ഥാപിക്കും എന്നുള്ളൊരു തീരുമാനം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ അലേർട്ട് ചെയ്യാനുള്ള സംവിധാനം പനയമ്പാടത്ത് നടക്കുന്നത് പോലെയുള്ള ട്രയൽ മുണ്ടൂര് നടത്തുമെന്നും 1 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകും. ശരി, എന്തായാലും തീരുമാനങ്ങളൊക്കെ വേഗം നടപ്പിലാവട്ടെ. പനയമ്പാടം അപകടത്തിന് പിന്നാലെ റോഡ് നവീകരിക്കാനുള്ള തീരുമാനമുണ്ടായി. പനയമ്പാടത്ത് മാത്രമല്ല എല്ലാ റോഡുകളും ഇതുപോലെ നവീകരിക്കണം. ഇനി ഒരു അപകടവും ഒരു ജീവനും റോഡിൽ പൊലിയാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വേണം സർക്കാർ എത്തുന്നതിന്. അതിനുവേണ്ടി ഇന്നലെ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇനി പ്രാവർത്തികമാക്കുമോ, എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നാണ് നോക്കിക്കാണേണ്ടത്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. CIC-ക്കും ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്കുമെതിരെയുള്ള സമസ്തയുടെ വിമർശനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും വെല്ലുവിളിയാകുന്നു.
സമസ്തയുടെ യുവജന വിഭാഗമായ SYSന്റെ പ്രസിഡന്റായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് CICയുടെ പ്രസിഡന്റ്. സമസ്ത ബന്ധം വിച്ഛേദിച്ച CICയുമായി സാദിഖ് അലി തങ്ങൾ ബന്ധം തുടർന്നാൽ അത് ആയുധമാക്കാനുള്ള ശ്രമമായിരിക്കും സമസ്തയിലെ ലീഗ് വിരുദ്ധർ കൈക്കൊള്ളുക. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ സമസ്തയ്ക്കകത്ത് രണ്ട് പക്ഷമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വിമർശനങ്ങളും ഒക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ലീഗ് വിരുദ്ധ കക്ഷികൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഘാസി പാണ്ഡിത്യത്തെയൊക്കെ ചോദ്യം ചെയ്യുകയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഘാസിയാവാൻ യോഗ്യതയില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഉമർ ഫൈസി മുക്കമായിരുന്നു അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ആ സമയത്ത് ഉമർ ഫൈസി മുക്കത്തിനെതിരെ സമസ്തയ്ക്കകത്തെ ലീഗ് അനുകൂലികൾ ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ സമസ്തയ്ക്കകത്ത് ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവുന്ന സമയത്താണ് CIC തർക്കം മറ്റൊരു തലത്തിലേക്ക് വരികയും അത് സമസ്തയ്ക്കകത്ത് കൂടുതൽ പ്രതിസന്ധിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായത്. സമസ്തയും CICയും തമ്മിലുള്ള തർക്കങ്ങൾ കുറച്ച് കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ സമസ്തയുടെ മുഷാവറാംഗ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും സമസ്തയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സമസ്തയുടെ എതിർപ്പിനെ തുടർന്ന് തന്നെ ആദ്യഘട്ടത്തിൽ CICയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് CICയുടെ സെനറ്റ് യോഗം ചേർന്നതിന് ശേഷം ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ വീണ്ടും ഈ CICയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തോടു കൂടിയിട്ടാണ് ഈ സമസ്ത CIC തർക്കം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ ഹക്കീം ഫൈസി അദ്രിശ്ശേരിയുടെ പ്രവർത്തനം എന്നുള്ളതാണ് സമസ്ത മുന്നോട്ടേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപാട് വിഷയങ്ങളിൽ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസി അദ്രിശ്ശേരിയുടെ പ്രവർത്തനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഈ CICയുടെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമസ്തയുടെ കീഴിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ CICയോ ഹക്കീം ഫൈസി അദ്രിശ്ശേരിയോ ഒന്നും തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഹക്കീം ഫൈസി അദ്രിശ്ശേരി രംഗത്ത് വരുന്നു. സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്താൻ ഹക്കീം ഫൈസി അദ്രിശ്ശേരി തയ്യാറാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിലാണ് ഇത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധിയും തലവേദനയുമാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള സമസ്ത കേരള യുവജന സംഘം SYSന്റെയും ഈ CICയുടെ ഹക്കീം ഫൈസി അദ്രിശ്ശേരി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായും ഒരേ സമയം തുടരുന്നത്. അതായത് സമസ്ത ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ പുറത്താക്കുന്നു, CICയുമായി ഒരു ബന്ധവുമില്ല എന്ന് സമസ്ത പറയുന്നു. അതേ സമയത്ത് തന്നെ സമസ്തയുടെ യുവജന വിഭാഗമായിട്ടുള്ള SYSന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് CICയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ CICയുടെ നേതൃത്വത്തിലുള്ള വഫിയ കോഴ്സുകളൊക്കെ സമസ്തയ്ക്ക് വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ വഫിയ കോഴ്സുകളൊന്നും സമസ്തയുടെ കീഴിൽ സമസ്തയുടെ നേരിട്ടുള്ള നിർദ്ദേശാനുസരണത്തിന് ആനുപാതികമായി പ്രവർത്തിപ്പിക്കാൻ ഈ CIC തയ്യാറാകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമസ്തയുടെ നേതാക്കൾ മുന്നോട്ടേക്ക് വെക്കുന്നു. വഫി കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഈ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പലതരത്തിലുള്ള പരാതികളും സമസ്തയ്ക്ക് മുന്നിൽ പറയുകയും അത് പരിഹരിക്കണമെന്ന് CICയോട് സമസ്ത ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും സെനറ്റ് യോഗങ്ങളൊക്കെ ചേർന്നതിന് ശേഷം ഈ സമസ്തയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഏകകണ്ഠമായ ഒരു അഭിപ്രായമാണ് CIC എടുക്കുന്നത് എന്നൊരു കാര്യം സമസ്ത പറയുന്നു. അങ്ങനെ തർക്കം രൂക്ഷമായ സമയത്ത് 9 കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇതിലൊരു സമവായത്തിലെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതാക്കൾ CICക്ക് കത്ത് നൽകുകയാണ്. എന്നാൽ ആ 9 കാര്യങ്ങളും, അതായത് ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, CICയുടെ ഭരണഘടനാ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ വഫിയ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് വഫിയ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കുള്ള കോഴ്സാണ്. കോഴ്സ് പഠിക്കുന്ന സമയത്ത് കുട്ടികളെ വിവാഹം കഴിച്ച് നൽകുന്നതിനോട്, അതായത് ഒരു ഡിഗ്രി സമയത്ത് ഒക്കെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് നൽകുന്നതിനോട് CIC ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്ക് എതിർപ്പാണ്. എന്നാൽ പെൺകുട്ടികൾക്ക് വിവാഹപ്രായമാകുമ്പോൾ വിവാഹം ചെയ്ത് കൊടുക്കണം എന്ന കാര്യമാണ് സമസ്ത പറയുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുകയും അത് ഒരു തർക്കത്തിലേക്കൊക്കെ പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 9 കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സമസ്ത മുഷാവറ CICക്ക് കത്ത് നൽകുന്നത്. എന്നാൽ ഈ 9 കാര്യത്തോടും യോജിക്കാൻ CIC തയ്യാറായില്ല. അങ്ങനെയാണ് CICയുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി സമസ്ത തയ്യാറാവുന്നത്. ഹക്കീം ഫൈസി അദ്രിശ്ശേരിയെ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് എന്ന് പോലും പറയുന്ന ഒരു സാഹചര്യം സമസ്ത മുഷാവറയിൽ അല്ലെ സമസ്തയുടെ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സമസ്തയുടെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസി അദ്രിശ്ശേരിയുമായിട്ടും അല്ലെങ്കിൽ സമസ്ത ബന്ധമില്ല എന്ന് പറയുന്ന CICയുമായിട്ട് പാണക്കാട് സാദിഖ് അലി തങ്ങൾ സഹകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത്
നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധർക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കും മുസ്ലിം ലീഗിനുമെതിരെ അടിക്കാനുള്ള ഒരു വടിയായി തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ വരുന്ന മാസം 2025 ജനുവരി 15-16 തീയതികളിൽ വാഫി വഫിയ കോഴ്സുകളുടെ സന്നദ്ധാനം സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അതിന്റെ പോസ്റ്റർ പ്രകാശനവും ഒക്കെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ പരിപാടിയിൽ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ചർച്ചയാണ്. കൂടുതലായിട്ടും പ്രതിസന്ധിയിലാക്കുന്നത് ഈ സമസ്തയുടെ ഈ തീരുമാനം, അതായത് CIC-യുമായിട്ടും ഹക്കീം ഫൈസി അദ്ശരിയുമായിട്ടും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെയാണ്. സാദിഖ് അലി തങ്ങൾ CIC-യുമായി സഹകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമസ്തയ്ക്കകത്തെ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക്, ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് ഘാസിയാവാൻ യോഗ്യതയില്ല എന്ന് പ്രസംഗം നടത്തിയ, മലപ്പുറം എടവണ്ണപ്പാറയിൽ പ്രസംഗമൊക്കെ നടത്തിയ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതെന്തായാലും ലീഗിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാകുമെന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമാണ്. അപ്പം അതിന് ഏത് രീതിയിലായിരിക്കും ഇനി തങ്ങളും മുസ്ലിം ലീഗും ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും വരും വിഷയങ്ങളിൽ ഈ സമസ്ത CIC വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ രൂപപ്പെടാൻ പോകുന്ന ചർച്ചകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളുമൊക്കെ. കേസുമായി ബന്ധമായുധമാക്കുവാൻ തന്നെയാണ് ലീഗ് വിരുദ്ധരുടെ തീരുമാനം. ഗൂഗിളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസിലെ ആത്മഹത്യ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ പക്ഷേ ഒരു നടപടികളും എടുക്കുന്നില്ല. പോലീസിൽ നാൾക്ക് നാൾ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും പഠനങ്ങൾ നടത്താതെ സർക്കാർ അമിത ജോലി ഭാരത്തിൽ വിശദമായ പഠനം വേണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ കണ്ടില്ലെന്ന് നടിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നിയമസഭയിൽ വരെ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും പോലീസിലെ ആത്മഹത്യകൾ കുറയുന്നില്ല. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 2 പേരാണ് ആത്മഹത്യ ചെയ്തത്. കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 180-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് അമിത ജോലിഭാരവും അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദവും താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ പലതവണ നിയമസഭയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. നമുക്കറിയാം, പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതും പോലീസ് സേനയാണ്. കാരണം പോലീസ് സേനയ്ക്ക് ഏർപ്പെടുന്ന സമ്മർദ്ദം അത്രയും വലുതാണ്. നമ്മൾ ഈ കേരളത്തിലെ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന സിവിൽ പോലീസുകാരുടെ എണ്ണം എന്ന് പറയുന്നത് 5000 അല്ലെങ്കിൽ 6000-ത്തിനിടയിലാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിൽ പോലീസ് സേനയെ വിന്യസിക്കേണ്ട ആവശ്യങ്ങൾ വേണ്ടി വരുന്നു. ഈ സമയത്തൊക്കെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദവും അതോടൊപ്പം തന്നെ വീട്ടിലെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ലീവില്ലാതെ ജോലി ചെയ്യുന്ന മാനസിക സമ്മർദ്ദങ്ങളും സേനയിലെ പല വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇനി ഏത് തട്ടിലാണെങ്കിൽ പോലും പല വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെയും കാര്യമായി ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിൽ അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇത് പല ഘട്ടങ്ങളിലും അറിയിച്ചെങ്കിൽ പോലും ഒരു നടപടിയും എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഏറ്റവും അവസാനമായിട്ട് മലപ്പുറത്ത് ക്യാമ്പിൽ വെടിവെച്ച് മരിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥ നമുക്കറിയാം. ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കണം ഒരു വ്യക്തി നിമിഷ നേരം കൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പും അതോടൊപ്പം തന്നെ ഈ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അയച്ച വാട്സപ്പ് ചാറ്റുകളൊക്കെ പുറത്തു വന്നതാണ്. ആത്മഹത്യാ കുറിപ്പ് വായിക്കുമ്പോൾ തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു ഘട്ടങ്ങളിൽ പോലും സേനയിൽ ഇത്തരത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും മേലുദ്യോഗസ്ഥനോട് പറയാൻ സാധിക്കുകയോ അതോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നൊരു പ്രവണത സ്ഥിരമായി കണ്ടുവരുന്നു. അവരെ സഹായിക്കാൻ വേണ്ടി മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ ലീവെങ്കിലും അനുവദിച്ച് കിട്ടിയാൽ അത് മാനസികമായിട്ടുള്ളൊരു പകലുമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും ലീവ് കൊടുക്കാത്ത സാഹചര്യം. 2 പേർ അടുക്കിടെ മരിച്ചിട്ട് പോലും ഒരു നടപടിയോ പഠനമോ നടത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം. സ്കൂൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ യൂട്യൂബ് ചാനൽ ഉടമയെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. കോഴിക്കോട് കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ് ചാനൽ ഉടമ ഷുഹൈബിനെയും ജീവനക്കാരെയുമാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരുടെയും സർക്കാർ അധ്യാപകരുടെയും പങ്കും അന്വേഷിക്കും. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ആദ്യം MS സൊല്യൂഷൻസിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ്
വകുപ്പിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നു. വിവരങ്ങൾ തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ട നടപടി എന്ന രീതിയിലാണ് ഈ സ്ഥാപന ഉടമയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് സംഘം എത്തിയിരിക്കുന്നത്. ഇന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരെയും സ്ഥാപന ഉടമയെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ ഈ സിഇഒ തന്നെ ഇന്നലെ ഈ യൂട്യൂബിൽ ഈ അടുത്ത പരീക്ഷയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവിൽ വന്നിരുന്നു. തുടർന്ന് തനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 5 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പുതിയ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയും ശേഖരിക്കും, പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഇതിന്റെ വിശദീകരണം തേടും എന്നൊരു കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉടൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഉടമയെ ചോദ്യം ചെയ്യുമെന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, ഈ വിരമിച്ച അധ്യാപകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിന്റെ സഹായവും ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സഹായം തേടും എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, പ്രത്യേകിച്ച് കുട്ടികൾ പരീക്ഷ എഴുതുന്ന, ഏറെ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ തന്നെ ഭാവിയെ ഏറെ ആശയക്കുഴപ്പമാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. രോഹിണി. ശരി ദിസ്ന, ചോദ്യപേപ്പർ ചോർന്ന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം MS സൊല്യൂഷൻസിലെ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെയും മൊഴിയെടുക്കും, ചോദ്യം ചെയ്യൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ തീർത്ഥസ്നാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അയ്യപ്പ സന്നിധിക്കരികിലെ ഭസ്മക്കുളം. സർവ്വപാപനാശിനിയായ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്താണ് നിരവധി ഭക്തർ അയ്യപ്പ ദർശനം നടത്തുന്നത്. ഈ മണ്ഡലകാലത്ത് ഭസ്മക്കുളം സജീവമാണ്. കറുപ്പുടുത്ത് കന്നിയയ്യപ്പന്മാരും കുഞ്ഞുമാളികപ്പുറങ്ങളും ഗുരുസ്വാമിമാരുമൊക്കെ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്യുന്നുണ്ട്. കുളിക്കാറുണ്ട്. ആ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടി വന്ന് ഇവിടുന്ന് കുളിച്ചിട്ട് നമ്മൾ പിന്നെ ഞാൻ ഒരു അയ്യപ്പനെ പോയി തൊഴുവും. കന്നിസ്വാമിയാണ്. നല്ല രസം ഉണ്ടായിരുന്നു. നീന്തുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. ഞാൻ നീന്തല് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പഠിച്ചാണ്, മലപ്പുറം. भस्मकुला बहुत अच्छा है, इसके बारे में बहुत मेरे को मालूम नहीं है. बहुत बोलते इधर स्नान किया तो कुछ न कुछ पाप किया तो वो जल जाता है. സ്നാനത്തിന് ശേഷം ശബരീശ സന്നിധിയിലെത്തിയുള്ള ദിവ്യ ദർശനം. തപസ്വിനിയായ ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്ത് ആ സ്മരണയ്ക്കെന്ന സങ്കല്പമാണ് ഭസ്മവാഹിനിയായ ഈ കുളത്തിനുള്ളത്. ഈ തീർത്ഥത്തിലെ സ്നാനം പാപനാശ കാരണമാകുമെന്നാണ് ഐതിഹ്യം. കുളം ഉറവ് പറ്റാത്തതാണ്. 1952 ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷമാണ് ഭസ്മക്കുളം കെട്ടിവെടിപ്പാക്കിയത്. ഇപ്പോൾ ജലം മലിനമാകുമ്പോൾ അത് പമ്പ് ചെയ്ത് പുറത്തു കളഞ്ഞ ശേഷം ശുദ്ധജലം നിറയ്ക്കാറുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച് ഈറനോടെയാണ് അയ്യപ്പന്മാർ തിരുമുറ്റത്ത് ശയനപ്രദക്ഷിണം നടത്തിയിരുന്നത്. ജനം, സന്നിധാനം. അങ്ങനെ നമ്മുടെ പുത്തൻപുലരിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.